ഓക്കെ. ഹായ്. അപ്പം ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. 8th സ്റ്റാൻഡേർഡിലത്തെ ബേസിക് സയൻസ് ചാപ്റ്റർ നമ്പർ 8 അല്ലെങ്കിൽ ഫിസിക്സിലെ യൂണിറ്റ് നമ്പർ 1. അപ്പം ഫിസിക്സ് എന്ന് പറയുമ്പം നിങ്ങൾക്കൊക്കെ ഒരു പേടി ഉണ്ടാകും. എന്താണ് ഫിസിക്സ്? എല്ലാവരും പറയല് ഭയങ്കര വലിയ സബ്ജക്റ്റാ, ആർക്കും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റൂല, അങ്ങനെയൊക്കെ പറയുന്ന കുറെ ആൾക്കാരെ ഞങ്ങളുടെ അടുത്ത്. അപ്പം എന്റെ ഒരു കാര്യത്ത് പറയുകയാണെങ്കിൽ ഞാനും ഇതേപോലെ തന്നെ ആയിരുന്നു. പിന്നെ കുറെ ഫിസിക്സ് പഠിച്ചു വന്നപ്പം വൺ ഓഫ് ദി ബെസ്റ്റ് സബ്ജക്ട് ഫിസിക്സ് ആണ് എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഫിസിക്സ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എന്നും കാണുന്ന ഓരോരോ എന്താണ് എല്ലാ സംഭവങ്ങളും യൂണിവേഴ്സിലുള്ള നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വീട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഒരുവിധം എല്ലാം ഫിസിക്സ് റിലേറ്റഡ് ആണ്. ഐ മീൻ നമുക്ക് മാത്തമാറ്റിക്കലി അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ബേസിക്കലി ഫിസിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഫിസിക്സ് പഠിക്കുന്നതിന്റെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. അപ്പം ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇത് സിമ്പിൾ ചാപ്റ്റർ ആണ്. വെറുതെ കുറച്ച് എന്താണ് കൺവേർഷൻസും പിന്നെ എങ്ങനെയാണ് യൂണിറ്റ്സ് പറയാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞാൽ മതി. അപ്പം ഇത് ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ. ഓക്കെ. ഇതിൽ ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ കൊടുത്തത് കണ്ടന്റ്സ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഓവറോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് വേർഡ്, പിന്നെ ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ ഞാനിപ്പം ഈ PPT പറയാത്ത എല്ലാ സാധനങ്ങളും ആ നോട്ട്സിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. ഐ മീൻ PPT ഞാൻ വേർഡായി ടെക്സ്റ്റ് ചെയ്യാത്ത എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൽ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് എന്താണ് യൂണിറ്റ്സ് എന്ന് അറിയണം അല്ലെ? അപ്പൊ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരു ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊരു സാധനത്തിനെ നമ്മൾ പറയുമ്പോഴും, അതായത് എന്തൊരു മെഷർമെന്റ് മെഷർമെന്റ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരു സാധനത്തിന്റെ വാല്യൂ നമ്മൾ എടുക്കുക. അപ്പൊ ഈ ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ നമ്മൾ പറയുന്ന മെഷർമെന്റ്, അതായത് നമ്മളൊരു മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പണ്ട് പറയാ ഒരു മുഴം അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ കുറെ വേർഡ്സ് ഉണ്ടല്ലേ നമുക്ക്. അപ്പൊ പക്ഷെ നമുക്ക് ഈ ഒരു മുഴം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേൾഡിലുള്ള എല്ലാവർക്കും കൂടെ മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് വേൾഡിലുള്ള എല്ലാവർക്കും മനസ്സിലാവണം. അതായത് ആർക്ക് നമ്മൾ പറയുന്ന മെഷർമെന്റ് കേട്ട് കഴിഞ്ഞാലും ഒരു മനസ്സിലാവണം ഇതാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണം. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു ക്വാണ്ടിറ്റിയാണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റിയാണ്, എ ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി യൂസ്ഡ് ആസ് എ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെന്റ്. മെഷർമെന്റിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ക്വാണ്ടിറ്റിയാണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ യൂണിറ്റില് നമുക്ക് കുറെ ടൈപ്പ് യൂണിറ്റ്സ്, അതായത് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും യൂണിറ്റ് ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് ബേസിക് ആയിട്ട് ചില യൂണിറ്റ്സ് ഉണ്ട്. അതായത് ലെങ്ത് നീളം, അതിങ്ങനെ മെഷർ ചെയ്യാം. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യാൻ ഒരു യൂണിറ്റ് ഉണ്ട്. മാസ്, അത് റെപ്രസെന്റ് ചെയ്യാൻ ഒരു യൂണിറ്റ് ഉണ്ട്. ടൈം, അത് റെപ്രസെന്റ് ചെയ്യാൻ ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പം ഇതിനൊന്നും ഇതല്ലാണ്ട് വേറെയും ടോട്ടൽ 7 ബേസിക് യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. അതാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പൊ ഞാൻ ബേസിക് ഐഡിയ തരാണ്. അപ്പം ഇതില് ഫണ്ടമെന്റൽ യൂണിറ്റ്സിന് ഇല്ലാത്ത, അതായത് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ കുറേ സാധനങ്ങളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഫോഴ്സ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ, ഫോഴ്സ്, എനർജി, ഇതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ ഇതിന്റെ ഒക്കെ യൂണിറ്റ്സ് ഒക്കെ നമുക്ക് വേണം. അപ്പൊ നമുക്ക് ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടോ അതിനൊക്കെ നമുക്ക് യൂണിറ്റ്സ് വേണം. അപ്പൊ ഈ യൂണിറ്റ്സ് ചിലപ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആവില്ല. അപ്പം അങ്ങനെ അല്ലാത്ത യൂണിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഫണ്ടമെന്റൽ യൂണിറ്റ്സിന് ഡിറൈവ് ചെയ്തെടുക്കും. ഡിറൈവ് എന്നൊക്കെ പറയുമ്പോൾ വലിയ വേർഡാണ്, പക്ഷെ സംഭവം സിമ്പിൾ ആണ്. നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങോട്ടെത്തുമ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യലെന്നുള്ളത്. അപ്പം ഫണ്ടമെന്റൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സിന് ഡിറൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഇനി ഫൈനലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണ് നമുക്ക് വെറുതെ യൂണിറ്റ്സ് അങ്ങനെ അങ്ങ് എഴുതി വെക്കാൻ പറ്റില്ല. അപ്പം എന്തൊക്കെയോ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ച് റൂൾസ് ഉണ്ടാവും. കാരണം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് റൂൾസ് ഉണ്ടാവണം. അപ്പം അതെന്ത് റൂൾസ് ആണെന്ന് കൂടെ നമുക്ക് ഇതിൽ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ ശരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ലെങ്ത് എന്താണ്? അപ്പോൾ ലെങ്ത് എന്താന്ന് നമുക്കറിയാം. പക്ഷെ ലെങ്ത്തിന് ഒരു യൂണിറ്റ് വേണം അല്ലെ? നമുക്കൊക്കെ അറിയാം, നമ്മൾ മീറ്റർ, കിലോമീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നിങ്ങൾ അറിയണ്ടോ ഇങ്ങനെ ഒരു വേർഡ് ഉണ്ട് എന്നൊക്കെ അറിയണ്ടോ? പക്ഷെ ഇത് എന്താണ്?
അപ്പം ലെങ്തിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് ഈ ലെങ്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെങ്തിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ലെങ്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ബേസിക് ലെങ്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇസ് മീറ്റർ. ഇറ്റ്സ് സിമ്പിൾ ഈസ് ലോവർ കേസ് എം. അപ്പം ഇവിടെ ഈ ടെക്സ്റ്റ് പറയുന്നത് നമ്മൾ ലെങ്തിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അപ്പൊ അതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് സ്കെയിലാണ് യൂണിറ്റ് ഓഫ് ലെങ്ത്. ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ ആണ്. മീറ്ററിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എം ആണ്. ഇനി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് അറിയുന്നത് മീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്. അപ്പം ഇതൊക്കെ എന്താ നമുക്കറിയാം. അപ്പൊ നമ്മൾ ബേസിക് യൂണിറ്റ് മീറ്റർ ആണെന്ന് പറഞ്ഞല്ലേ. ഈ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അപ്പൊ ഈ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് 100 സെന്റിമീറ്റർ ആണ്. അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഒരു മീറ്റർ ഉള്ള സ്കെയില് നമ്മൾ എടുത്തെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു മീറ്ററിന് നമ്മൾ 100 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു പാർട്ട് 100 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഒരു മീറ്ററിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു പാർട്ടിന് പറയുന്ന പേരാണ് 1 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഈ 1 സെന്റിമീറ്ററിന്റെ ഇപ്പൊ ഇതാണ് നിങ്ങൾ എന്താണ് സ്കെയില്, നിങ്ങളെ കയ്യിലൊക്കെ ഉണ്ടാവുന്ന സ്കെയിലാണിത്. ഇത് നോക്കിക്കഴിഞ്ഞാല് ഇത് എന്ന് പറയുന്നത് നമുക്കറിയാം 1 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ ഈ സെന്റിമീറ്ററിനെ നമ്മൾ പിന്നെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുഞ്ഞു കുഞ്ഞു കുറെ വരകളുണ്ട്. അപ്പൊ അപ്പം ഈ 1 സെന്റിമീറ്ററിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 പാർട്സ് ആക്കിയ മാതിരി 1 മീറ്ററിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 സെന്റിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മീറ്റർ സ്കെയിലിനെ 100 പാർട്ടാക്കിയ മാതിരി 1 മില്ലിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെന്റിമീറ്റർ സ്കെയിലില് ഒരു സിംഗിൾ സെന്റിമീറ്റർ നമ്മൾ എടുക്കുക. ആ സെന്റിമീറ്റർ നമ്മൾ 10 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യും. 10 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് ഒരു മില്ലിമീറ്ററിന്. അപ്പൊ ഇത് നിങ്ങൾ നല്ലോണം ആലോചിച്ച് നോക്കണം. ഇത് നമുക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഈ കൺവേർഷനും കാൽക്കുലേഷൻസും ഒക്കെ. ഓക്കെ, അപ്പൊ ഇതൊന്നുമില്ല. ഇവിടെ ഞാൻ എഴുതി വെച്ച ഈ 3 സാധനങ്ങൾ നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ ഇനിയിപ്പോ നമ്മൾ ഒരു 1000 മീറ്റർ സ്കെയിലുകൾ ഒരുമിച്ച് വെക്കുകയാണെന്ന് വിചാരിക്കാം. 1000 മീറ്റർ സ്കെയിലുകൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ആയി. അപ്പൊ അത്രയും സിമ്പിൾ ആണ് ഈ സംഭവം. അപ്പം 1000 മീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ. ഇനി 100 സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് 1 മീറ്റർ ആവുന്നത്. 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ ആവുന്നത്. ഇത് നല്ലോണം നമ്മൾ പിന്നെ പഠിച്ചു വെക്കണം. അതായത് ഫസ്റ്റ് ഒരു മീറ്റർ സ്കെയിൽ എടുത്തിട്ട് അതിനെ 100 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഒരു സിംഗിൾ പാർട്ട് അത് 1 സെന്റിമീറ്റർ ആണെന്നും, ഇനി ആ ഒരു ഒറ്റ സെന്റിമീറ്റർ എടുത്തിട്ട് അതിനെ പിന്നെ നമ്മൾ 10 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിൽ ഓരോരോ പാർട്ട് 1 മില്ലിമീറ്റർ ആണെന്നും നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതേ ഉള്ളൂ ഈ പാർട്ടിന്. ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിൽ കുറച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് കുറച്ച് എന്താണ് കുറച്ചും കൂടെ ഒരു ആക്ടിവിറ്റി ടൈപ്പ് ആയിട്ടാണ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ. അപ്പം അതിൽ ഫസ്റ്റ് തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതിലൊരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഒരു പേപ്പർ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഇത്ര ഡിവിഷൻ ഇങ്ങനെ ചെയ്താല് ഇന്നതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ചാല് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എങ്ങനെ ഒരു പേപ്പറിന്റെ തിക്നെസ് നമ്മൾ മെഷർ ചെയ്യും. ഇപ്പൊ നമുക്കറിയാം പേപ്പർ ഭയങ്കര തിന്നാണ് അല്ലെ. പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് സ്കെയിലൊന്നും വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പേപ്പർ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? അപ്പോൾ അങ്ങനെ മെഷർ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് ഈ പേപ്പർ ആക്കണം. അതെങ്ങനെ ആക്കും നമ്മൾ ആലോചിച്ചാല് നമുക്കൊരു 100 പേപ്പർ ഇങ്ങനെ ഒരു ബണ്ടിലാക്കി എടുത്ത് വെക്കാം. 100 പേപ്പറിന്റെ ബണ്ടിലാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാല് അതിന്റെ തിക്നെസ് നമ്മൾ അളക്കുക. സ്കെയിൽ നമ്മൾ സാധാരണ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ആ 100 ബണ്ടിൽ ആ പേപ്പറിനെ നമ്മൾ മെഷർ ചെയ്യുക. അങ്ങനെ മെഷർ ചെയ്തിട്ട് അതിനെ നമ്മൾ നമ്പർ ഓഫ് പേപ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുക. എത്ര പേപ്പർ നമ്മൾ എടുത്തിട്ടുള്ള ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അത് മനസ്സിലാവും. അതായത് ഇപ്പം ഒരു ഒരു കെട്ട് പേപ്പറാന്ന് വിചാരിക്കരുത്. കുറെ പേപ്പർ ഇങ്ങനെ ഉണ്ട്. സോറി, കുറെ പേപ്പർ ഉണ്ട്. അപ്പൊ ഇതിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്ത്
ഇത് ഇത്ര ലെങ്ത് ആണ്. ഇപ്പൊ ഒരു 10 പേപ്പർ എന്ന് പറയുന്നത് ഒരു എത്ര വിചാരിക്കാം, ഫോർ എക്സാമ്പിൾ ഒരു 10 സെന്റിമീറ്റർ ഉണ്ട് എന്ന് വിചാരിക്കാം, അല്ല 100 പേപ്പർ അങ്ങനെ എന്തെങ്കിലും ഒരു, ഇതിപ്പോ നമ്മൾ മെഷർ ചെയ്തത് 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 10 സെന്റിമീറ്ററിൽ എത്ര പേപ്പർ ഉണ്ട് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് പേപ്പർ, എത്ര നമ്പർ ഓഫ് പേപ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ആണ് ഒറ്റ പേപ്പറിന്റെ തിക്നെസ് നമുക്ക് കിട്ടി അല്ലെ? അപ്പൊ അങ്ങനെ അത് ഒരു എന്താണ് ഒരു അപ്ലിക്കേഷൻ പോലെ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പറഞ്ഞ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ലോജിക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ആക്ടിവിറ്റി പോലെയാണ് അത് കൊടുത്തത്. ഇനി അടുത്തത് അങ്ങനെയാണെങ്കിൽ ഒരു കേർവ്ഡ് ലൈൻ നമുക്കറിയാം, നമുക്ക് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യാം അല്ലെ? എന്താണ് നീളത്തിലുള്ള സാധനങ്ങൾ എന്ത് മെഷർ ചെയ്യാം, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് മെഷർ ചെയ്യാം നമ്മൾ സ്കെയിൽ വെച്ചിട്ട്. അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ അല്ലാണ്ട് നമ്മൾ കേർവ്ഡ് ആയിട്ടുള്ള ഒരു ലൈനിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ അങ്ങനെ കേർവ്ഡ് ആയിട്ടുള്ള ഒരു സാധനത്തെ നമ്മൾ ഇങ്ങനെ മെഷർ ചെയ്യും. അപ്പൊ ആ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു ലൈനാണ് എന്ന് വിചാരിക്കുക. അപ്പൊ ആ ലൈൻ നമ്മൾ എങ്ങനെ ചെയ്യാൻ പോകുന്നത് വിചാരിച്ചാല് ഒരു കേർവ്ഡ് ആയിട്ടുള്ള ലൈൻ എടുത്തു. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? സ്കെയിൽ വെക്കാൻ നമുക്ക് പറ്റൂല. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ത്രെഡ് എടുത്തിട്ട് ഈ കേർവ്ഡ് ലൈനിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമ്മൾ എന്ത് ചെയ്യും? ഈ ത്രെഡിനെ വെക്കും. ഈ ത്രെഡിനെ വെച്ചതിന് ശേഷം എന്നിട്ട് നമ്മൾ ആ ത്രെഡിനെ കട്ട് ചെയ്യും സ്റ്റാർട്ടിങ് എൻഡിങ് വരെ. അപ്പോൾ ഇത്ര വരെയുള്ള ത്രെഡ് നമുക്കുണ്ട് ഇപ്പോൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ത്രെഡിനെ എടുത്തിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അതിനെ നിർത്തിയിട്ട് അതിനെ മെഷർ ചെയ്യും. സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ കേർവ്ഡ് ലൈനിനെ ഒക്കെ മെഷർ ചെയ്യുക. പക്ഷെ ഇത് എന്താണ് ഇങ്ങനെയല്ല ശരിക്കും നമ്മൾ ഹയർ ക്ലാസ്സിലൊന്നും എത്തുമ്പോൾ മെഷർ ചെയ്യുക. പക്ഷെ ഇപ്പൊ തൽക്കാലമായിട്ട് നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഫോർ ദി ടൈം ബീങ് നമ്മൾ അതിനെ പറ്റി അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ എങ്ങനെ ഒരു ഡയാമീറ്റർ ഓഫ് സ്പിയർ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യാമെന്നാണ് അടുത്ത് പറയുന്നത്. എന്താണ് പറയുന്നത്? ഒക്കെ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് പറയുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ. അപ്പൊ അതിലെങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ഈ ബോളിനെ എന്തെങ്കിലും ഒരു ഈ ഫിഗറിൽ കാണുന്ന പോലെ ഈ ബോളിനെ നമ്മൾ ഇങ്ങനെ ഒരു മരത്തടിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇതിനെ കൺസ്ട്രെയിൻ ചെയ്യുക. അതായത് മൂവ് ചെയ്യാൻ സമ്മതിക്കാണ്ട് അവിടെ നിർത്തിച്ചിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ ബ്ലോക്ക് മുതൽ ഇവിടുന്ന് മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് മെഷർ ചെയ്തിട്ട് ഈ ലെങ്ത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അത് ഫുള്ളുള്ള കേട്ടോ. അപ്പോൾ ഈ ഫുള്ളുള്ള ലെങ്ത് കിട്ടിയില്ലേ? അതായത് ഇത്രയാണ് നമ്മളെ എന്തെന്ന് പറയാ, നമ്മുടെ ഡയമീറ്റർ ഓഫ് എ സ്പിയർ എന്ന് പറയുന്നത്. ഈ സ്പിയറിന്റെ ഡയമീറ്റർ നമുക്ക് അങ്ങനെ കിട്ടി. ഓക്കെ, ഇതാണ് ഡയമീറ്റർ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ മാറിപ്പോയി. ഇതാണ് ഡയമീറ്റർ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മള് ഇതിങ്ങനെ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ മെഷർ ചെയ്യാൻ പറ്റും. ഈ ചിത്രത്തിൽ കൊടുത്തതിന്റെ ഡയമീറ്റർ 4 സെന്റിമീറ്ററോ? 2, 3, 4, യെസ്. 4 ആവണമെന്നില്ല. അതാണ് ഞാൻ അടുത്തത് പറയുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇവിടെ കണ്ടോ 4 കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് ഇത് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കുറച്ചിങ്ങനെ ചെറിയ ചെറിയ വാല്യൂസ് ഇവിടെ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ 4 എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. 4ഉം സം ക്വാണ്ടിറ്റീസ് ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. അതാണ് ഞാൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് നമുക്ക് മില്ലിമീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനാണ്? നമുക്ക് ബേസിക് യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ നമുക്കറിയാം എന്തിനാ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് അറിയില്ല. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു മെഷർമെന്റ്, ഫോർ എക്സാമ്പിൾ ഈ മെഷർമെന്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതില് 4 കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചുകൂടെ, പക്ഷെ 5 എത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? 4 പക്ഷെ 5 എത്തിയിട്ടില്ല. അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് ഡൗട്ട്. അതായത് ഈ ബ്ലോക്ക് എല്ലാം ഇപ്പൊ ഈ ചിത്രത്തില് കൊടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് ഈ ബ്ലോക്ക് എല്ലാം ഒരേ ലെങ്ത് ആണല്ലോ, ഒരേ വീതിയാണല്ലോ. അപ്പൊ 1 മുതൽ 6 വരെയാണ് ടോട്ടൽ ലെങ്ത്. മിസ് പറഞ്ഞ പോലെയാണെങ്കിൽ 6 വരെ വന്നു. അതില് ഒന്നാമത്തെ ബ്ലോക്ക് 1 സെന്റിമീറ്റർ ആണെങ്കിൽ രണ്ടാമത്തതും 1 സെന്റിമീറ്റർ ആകുമല്ലോ. അപ്പൊ 2 സെന്റിമീറ്റർ. അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ 6 സെന്റിമീറ്റർ മൈനസ് 2 സെന്റിമീറ്റർ വരുമ്പോ 4 സെന്റിമീറ്റർ അല്ലേ? ഇവിടെ ഇപ്പൊ ഈ ചിത്രത്തിന്റെ നോക്കണോ അതോ അങ്ങനെയാണോ വരിക?
ഈ ചിത്രത്തിൽ തന്നെ കൊടുത്തത് കണ്ടു കഴിഞ്ഞാല് എന്റെ പോയിന്റർ കാണുന്നുണ്ടല്ലേ നിങ്ങൾക്ക്? കാണുന്നുണ്ട് മിസ്. ആ അപ്പം അതില് ഇവിടെ കുറച്ച് പോയിന്റ്സ് കണ്ടോ ഇങ്ങോട്ടേക്ക് മാറിക്കിടക്കുന്നത്? ചിലപ്പം ഈ സ്കെയിൽ ചരിച്ചു വെച്ചതിനെ കൊണ്ടായിരിക്കും. ഇപ്പൊ ചരിച്ചു വെച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്താണ് 2 - 7 4 ഇതിന്റെ ഡയമീറ്റർ വരിക. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു അപ്ലിക്കേഷൻ ആയിട്ട് പറയാണ്. അതായത് കറക്റ്റ് ആണ് 4 വരിക ഇങ്ങനെ നേരെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ പക്ഷെ ഇവിടെ ഈ സ്കെയിൽ കൊടുത്ത മെഷർമെന്റ് അനുസരിച്ചിട്ട് ഇവിടെ എക്സ്ട്രാ കുറച്ച് വാല്യൂസ് കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് കുറച്ച്, അതായത് ഇപ്പൊ 5 കഴിഞ്ഞ് പക്ഷെ 6 എത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഇവിടെ കണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കാം? ഇപ്പൊ നേരെ വെച്ചിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ നേരെ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 കിട്ടും. കറക്റ്റ് ആണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ഒരു കേസിൽ വരുമ്പം ഇപ്പം ഇത് ചിലപ്പോൾ ഇത് നേരെ ആവാം, പക്ഷെ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ അങ്ങനെ ചാടി കിടക്കുന്ന പോലെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് നമ്മൾ എന്ത് ചെയ്യും? അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി കിലോമീറ്റർ, സെന്റിമീറ്റർ, മീറ്റർ, ഇനിയുണ്ട് മില്ലിമീറ്റർ, നാനോമീറ്റർ, അങ്ങനെ കുറെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ യൂണിറ്റ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത സ്ലൈഡിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിലെങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ ഇങ്ങനെ ചാടി കിടക്കുകയും ചെയ്തു, പക്ഷെ നമുക്ക് കറക്റ്റ് 6 എത്തിയിട്ടുമില്ല, എന്നാ 5 തീരാനും ആയിക്കി. അപ്പൊ അങ്ങനത്തെ മെഷർമെന്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് എങ്ങനെ മെഷർ ചെയ്യും? അപ്പൊ നമുക്ക് ഇവിടെ 5 ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയാൻ പറ്റൂല, 6 ആണെന്നും പറയാൻ പറ്റൂല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറയാ 5 പോയിന്റ് എത്രയാണ് ഇപ്പൊ ഇത് വരിക? 5 6 7 8 9. ഇപ്പൊ 5.9 ആണെന്നാണ് നമ്മൾ പറയാ. അങ്ങനെയാണ് ആ മെഷർ ചെയ്യുക. ഈ 0.9 എവിടുന്ന് വരുന്നതാണ്? 0.9 എന്ന് പറയുന്നത് മില്ലിമീറ്റർ ആണ്. അപ്പൊ 5 സെന്റിമീറ്ററും 0.9 5 സെന്റിമീറ്ററും 9 മില്ലിമീറ്ററും ആണ്. അപ്പൊ നമ്മൾ ഇത് സെന്റിമീറ്ററിന്റെ ടേംസ് പറയുകയാണെങ്കിൽ 5.9 സെന്റിമീറ്റർ എന്നാണ് പറയാം. അപ്പൊ ഇതാണ് അത് കുറച്ചുകൂടെ മനസ്സിലാവും, ഞാൻ പറഞ്ഞുതരാം നല്ലോണം. ഓക്കെ, യെസ്. അപ്പം ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ ആ കോൺസെപ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമുക്കൊരു വലിയ സ്കെയിൽ ഉണ്ട്. അതിൽ ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അത് ഗ്രീന് ആ കാണുന്നില്ല. അത് യെല്ലോയോ അല്ലെങ്കിൽ റെഡോ ആക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ, റെഡ് ആക്കാൻ പറ്റുമോ? ആ ആ ഇപ്പൊ ശരിയായില്ലേ? ഇപ്പൊ ക്ലിയർ ആണ്. അപ്പൊ അതില് നമ്മൾ സ്കെയിൽ ഇത് നമ്മളെ സ്കെയിലാണ് വിചാരിക്കാം. അപ്പൊ ആ സ്കെയില് നമുക്ക് നിങ്ങളെ കയ്യിലൊക്കെ ഉണ്ടാവും സ്കെയില്. അപ്പൊ ഈ സ്കെയില് അതല്ല വേണ്ട, നേരത്തെ നമ്മളൊരു ഫിഗറിൽ ഒരു സ്കെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്കെയിൽ വെച്ച് പറയുന്നത് കുറച്ചുകൂടി നല്ലത്. വരയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇതാ ഈ സ്കെയിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ സ്കെയില് അപ്പൊ നമ്മള് ഒരു ഏറോ മാർക്കിന്റെ ലെങ്ത് ആണ് മെഷർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഈ ഏറോ മാർക്ക് ഇത്രയാണ്. ഈ ഏറോ മാർക്കിന് ഇതിന്റെ ടെയിൽ ഇവിടെയും ടിപ്പ് ഇവിടെയാണ് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഏറോ മാർക്കിന്റെ. അപ്പൊ
ഇതാണ് നമ്മളെ ഏറോ മാർക്ക്. ഇതിന്റെ എൻഡ് ഇവിടെയും സ്റ്റാർട്ടിങ് ഇവിടെയാണ് വിചാരിക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ഇതുവരെ 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 എത്തിയിട്ടില്ല അല്ലെ, 3 എത്തിയിട്ടില്ല, 2 കഴിയുകയും ചെയ്ത്. സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഇടയിലുള്ള ലൈൻസ് എന്തായാലും മില്ലിമീറ്റർ ആണ്, നമുക്ക് അറിയാം. യെസ്, അതന്നെ. അപ്പം ഇതില് ഈ കുട്ടി മെഷർ ചെയ്യുന്നതും അങ്ങനെ തന്നെ. അപ്പൊ അതില് എങ്ങനെയാന്ന് വെച്ചാല് ഇവിടെ അപ്പം ഇവിടെ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ മെഷർമെന്റ് എടുക്കുക? നമുക്ക് 3 ആണെന്നും പറയാൻ പറ്റൂല, 2 ആണെന്നും പറയാൻ പറ്റൂല. പക്ഷെ നമുക്ക് എന്ത് പറയാ? 2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനത്തെ കേസിലാണ് നമ്മൾ മില്ലിമീറ്റർ മില്ലിമീറ്ററിനെ പറ്റി പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ എങ്ങനെ പറയാ? 2.1 2 3 4 5 6 7. അപ്പം ഇപ്പൊ നമ്മൾ എയറോ മാർക്കിന്റെ ലെങ്ത് എത്രയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? 2.7 സെന്റി. ഹലോ, ഹലോ, ഹലോ. സ്ക്രീൻ കാണുന്നുണ്ടോ? മിസ് ഒരു പുതിയൊരിത് കണ്ടില്ലേ? ഏറോ മാർക്കാ? അതെ, അതല്ലേ ആ ആ സൂമില് അത് യൂസ് ചെയ്താൽ ഒന്നുകൂടി നന്നായിരിക്കും. ലെഫ്റ്റ് ഓക്കെ. സൈഡിൽ പെന്നിന്റെ ഓപ്ഷൻ അല്ലേ, അതില് ഷേപ്പും ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ചെയ്താൽ ഓക്കെ മതിയാവും. ഓക്കെ. ഇനി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. ഓക്കെ. അതായത് ആ സ്ലൈഡില് നമ്മൾ വരയ്ക്കുന്നതിലൊന്നും നല്ലത് ഒരു ഷേപ്പ് എടുത്തിട്ടിട്ട് നമുക്ക് അതിൽ എഴുതാനും വായിച്ചാൽ നല്ല അടിപൊളി കിട്ടും. ഓക്കെ. പക്ഷെ എന്റെ സ്ലൈഡ് ആകെ ബ്ലാങ്ക് ആയി. ഏറോ മാർക്ക് മാത്രമാണ്. ഓക്കെ. ഓക്കെ. ഓക്കെ, നമ്മള് ഇത് മുതൽ നമ്മൾ ഏറോ മാർക്ക് ഇവിടെ വരെയും ഇത് വരെയും ഇത് വരെയാണ്. അപ്പൊ ഇതിന്റെ മെഷർമെന്റ് നമ്മൾ എങ്ങനെ എടുക്കുന്നതിന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാല് ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് എത്ര മെഷർമെന്റ് ഉണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. അതെങ്ങനെ മെഷർ ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ ആദ്യം 1 സെന്റിമീറ്ററാ, 2 സെന്റിമീറ്ററാ, 2 കഴിയുകയും ചെയ്ത് 3 എത്തിയതുമില്ല. അപ്പൊ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? ഇതിന്റെ ഇടയിലുള്ള പോയിന്റ് നോക്കി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ ഹെഡ് ഇവിടെ വരെ എത്തിക്കുന്നു അല്ലേ? ഇവിടെ വരെയാണ് നമ്മളെ ഹെഡ് ഉള്ളത്. അപ്പൊ അതെങ്ങനെ ചെയ്യാം? അപ്പൊ നമ്മൾക്ക് ഇതിന്റെ ഇടയിലുള്ള ഓരോരോ വാല്യൂസ് എത്രയാണെന്ന് പറഞ്ഞത്? ഓരോരോ മില്ലിമീറ്റർ ആണ് പറഞ്ഞത്. ഇതൊരു മില്ലിമീറ്റർ, ഇത് വേറെ മില്ലിമീറ്റർ, ഇത് വേറെ മില്ലിമീറ്റർ, അങ്ങനെയാണ് പറഞ്ഞത് അല്ലെ? അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യാം? അപ്പം നമ്മളെങ്ങനെ 1 സെന്റിമീറ്റർ ആയി, 2 സെന്റിമീറ്റർ ആയി. ഇനി ഇതിന് 2 സെന്റിമീറ്ററും എത്ര മില്ലിമീറ്റർ ആയി നമുക്ക് നോക്കാം. 1 2 3 ഈ ഓരോരോ കുഞ്ഞു കുഞ്ഞു വരകൾ എണ്ണിയാൽ മതി. 4 5 6 7. അപ്പം 2 സെന്റിമീറ്ററും 7 മില്ലിമീറ്ററും ആയി. അപ്പൊ ഇതെങ്ങനെ നമ്മൾ എഴുതാം? എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. എങ്ങനെയാ വെച്ചാല് ഇതിപ്പം 2.7 സെന്റിമീറ്റർ നിങ്ങൾക്ക് എഴുതാം. 2.7 സെന്റിമീറ്റർ. ഇതെന്താണ് മീൻ ചെയ്യുന്നത്? 2 സെന്റിമീറ്ററും 7 മില്ലിമീറ്ററും ആണ് ഇത് അല്ലെ? 2 സെന്റിമീറ്ററും 7 മില്ലിമീറ്ററും ആണ് ഇതിന്റെ ലെങ്ത്. അപ്പൊ നമുക്ക് കറക്റ്റ് എയറോന്റെ ലെങ്ത് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് മില്ലിമീറ്റർ, ഇനിയിപ്പോ കുറച്ചുകൂടെ നമ്മൾ ഇത് സൂം ഇൻ ചെയ്ത് നോക്കാൻ വിചാരിക്കാം. അതായത് ഈ മില്ലിമീറ്ററിനെ പിന്നെ നമ്മൾ
ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര പ്രിസൈസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മൾ മില്ലിമീറ്റർ സെന്റിമീറ്ററിന് ഡിവൈഡ് ചെയ്ത സമയത്ത് നമുക്ക് 2.7 സെന്റിമീറ്റർ എന്ന് മെഷർ ചെയ്യാൻ പറ്റി അല്ലെ. അപ്പൊ അത് പിന്നെ നമ്മൾ മില്ലിമീറ്ററിനെ പിന്നെ ഒരു മില്ലിമീറ്ററിന് ഒരു ബ്ലോക്ക് ഇത് ഒരു മില്ലിമീറ്റർ ആണെന്ന് വിചാരിക്കുക, ഇത് ഒരു സിംഗിൾ മില്ലിമീറ്റർ ആണെന്ന് വിചാരിക്കുക, മില്ലിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മില്ലിമീറ്ററിനെ പിന്നെ നമ്മൾ ഒരു 10,000 അല്ലെങ്കിൽ 1,00,000 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ യൂണിറ്റിനെ നമുക്ക് പിന്നെ പ്രിസൈസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. കറക്റ്റ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ വാല്യൂസ് കിട്ടും. അപ്പൊ നമ്മളെ വാല്യൂസ് എങ്ങനെ വരും? 2.7 പിന്നെയും കുറെ വാല്യൂസ് ഇവിടെ അങ്ങനെ വരും. അപ്പൊ ഇത്രയും അടിപൊളിയാണ് നമ്മളെ യൂണിറ്റ്സ് വെച്ചിട്ടുള്ള കളി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എത്ര നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അത്രയും വാല്യൂ നമുക്ക് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1 കിലോമീറ്റർ കിലോമീറ്ററിനെ പിന്നെയും ഡിവൈഡ് ചെയ്ത് മീറ്റർ ആക്കി, മീറ്ററിനെ പിന്നെയും ഡിവൈഡ് ചെയ്ത് സെന്റിമീറ്റർ ആക്കി, സെന്റിമീറ്ററിനെ പിന്നെയും ഡിവൈഡ് ചെയ്ത് മില്ലിമീറ്റർ ആക്കി, മില്ലിമീറ്ററിനെ പിന്നെയും ഡിവൈഡ് ചെയ്ത് നമ്മൾ മൈക്രോമീറ്റർ, നാനോമീറ്റർ, ഇങ്ങനെ കുറേ താഴത്തോട്ടേക്കും നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പം കിലോമീറ്റർ എന്ന് പറയുന്നത് മീറ്റർ ആണ് നമ്മളെ ബേസിക് സ്കെയില്. അപ്പൊ മീറ്ററിനെക്കാട്ടും മുകളിൽ കുറേ വലിയ വാല്യൂസ് ആണെങ്കിൽ, അതായത് 1,00,000, അതായത് 1,00,000 കൂടുതൽ, 10,00,000, 20, പിന്നെ 10,00,000 കൂടുതൽ, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സീറോസ് ഇടേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസ്, അപ്പൊ വലിയ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ ചെറിയ കേസ് വന്നു കഴിഞ്ഞാലും വലിയ കേസ് വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ നോക്കാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞേ, ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മീറ്റർ ആണ് അല്ലെ. 1000 മീറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10⁻³ എഴുതാം. 10⁻³ അതായത് 10⁻1 2 3 10⁻3. എന്ന് വെച്ചാല് ഇങ്ങനെ 1000നെ എങ്ങനെ എഴുതാൻ പറ്റുന്ന പറഞ്ഞാല് 10ന്റെ പവർ 3 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ 3 എവിടുന്ന വരുന്നത്? 3 zeros ആണ് നമുക്കുള്ളത്. അപ്പൊ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. 10⁻3 നമുക്ക് എഴുതാൻ പറ്റും. ഇനിയിപ്പോ 1 സെന്റിമീറ്റർ അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഒരു മീറ്ററിനെ നമ്മൾ 100 ആക്കി, ഒരു മീറ്റർ നമ്മൾ 100 ആക്കി ഡിവൈഡ് ചെയ്തല്ലേ. അപ്പം അതിൽ ഓരോരോ ബ്ലോക്സ് ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്, ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 100 മീറ്റർ ആണ്, 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ ആവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒപ്പം ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/100 മീറ്റർ ആയിരിക്കും അല്ലേ. അപ്പം ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ 10⁻³ ആക്കി, ഇങ്ങനെ റേസ് ടു ദ പവർ ആക്കി എഴുതുന്നത് സുഖമാണ്. ഇത് എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ടെന്ന് നോക്കിയിട്ട് അങ്ങനെ അത് മുകളിൽ എഴുതി വെച്ചാൽ മതി. അതായത് 10 എഴുതുക. ഇപ്പൊ 3 സീറോസ് ആണെന്നുണ്ടെങ്കിൽ മുകളിൽ 3 എഴുതുക. അപ്പൊ 10⁻³ അല്ലെങ്കിൽ 10⁻³ ഇതാണ് ഇതിന്റെ മീനിങ്. ഇങ്ങനെയാണ് ഇത് വായിക്കാം. അപ്പൊ ഇത് നമ്മൾ വലിയ വാല്യൂസ്, അതായത് ഇപ്പം ഇത്ര 1ന് ശേഷം ഒരു 6 സീറോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിങ്ങനെ 6 സീറോ ഇങ്ങനെ എഴുതി വെക്കുന്നതിനെക്കാട്ടിലും സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അങ്ങനെ 6 സീറോസ് ഉണ്ടെങ്കിൽ 10⁻6 നമ്മൾ എഴുതും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇത് എഴുതുന്നത്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ 100 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മീറ്റർ ആണ് നമുക്കറിയാം. നമ്മൾ നേരത്തെ നമ്മളത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. അത് എപ്പോഴും നമുക്ക് ഓർമ്മയിൽ വരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1/100 ആണോ മിസ്? അതെ, അതായത് 100ൽ ഒരു ഭാഗം, 100 എണ്ണത്തിൽ ഡിവൈഡ് ചെയ്തതിൽ അതിൽ ഒരു ഭാഗമാണ് നമുക്ക് ഒരു സെന്റിമീറ്റർ എന്ന് പറയാം. അപ്പൊ അങ്ങനെ തന്നെ മില്ലിമീറ്റർ തന്നെ നമുക്ക് പറയാം. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു
ഒരു 1000 മില്ലിമീറ്റർ എടുത്തു കഴിഞ്ഞാലാണ് 1 മീറ്റർ ആവുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കി, ഒരു ഒറ്റ 1000-ൽ ഒരു ഭാഗമല്ലേ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതന്നെയാണ് ഇവിടെയും കൊടുത്തത്. വേണ്ടോ, ഇവിടെ കൊടുത്താണ്ടില്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെ തന്നെ മൈക്രോമീറ്റർ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൈക്രോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, സിമ്പിൾ. മൈക്രോ എന്ന് ഉദ്ദേശിക്കുന്നത് 1 2 3 4 5 6 6 zeros. 1-ന് ശേഷം 6 zeros. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 10⁶. അപ്പൊ അതിനാണ് മൈക്രോ എന്ന് പറയാം നമ്മള്. നാനോ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 4 5 6 7 8 9 10⁹ ആണ് നാനോ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതേറ്റവും ചെറുതാണ്, ഏറ്റവും ചെറിയ ഒരു ഡൗട്ട്, ഡിവിഷൻ ആണത്. 10⁻⁹ ആണോ നാനോ? -9 അല്ലേ? അല്ല, നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10⁹ എല്ലാ സാധനത്തിനും നാനോ നമ്മൾ പറയാം. ഓ, അങ്ങനെയുണ്ട്. മൈക്രോ എന്ന് പറഞ്ഞാല് 6 അങ്ങനെ പറയും. അപ്പം നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറുത് എന്നുള്ള മീനിങ്ങിലാണ്. അപ്പൊ നമ്മളിത് അതന്നെ പറഞ്ഞ ശരിയാണ്. അതെ, 10⁻⁹ അല്ലേ? അതായത് 10⁻⁹ 1/10⁹ ആണല്ലോ നാനോ, പിന്നെ അപ്പം 1/10⁶ ആണ് മൈക്രോ, അങ്ങനെയല്ലേ മിസ്? അങ്ങനെ വരാം. അപ്പം പക്ഷെ നമ്മള് ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞതാണ്. അത് നാനോ നമ്മൾ പറയുമ്പോൾ എപ്പോഴും 9 ആലോചിക്കണം. ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മൈക്രോ എന്ന് പറയുമ്പോൾ 6 എന്നുള്ള ഓക്കെ. കോലത്തിൽ എല്ലാവരും ആലോചിക്കണം. അപ്പം മൈക്രോ അതാണ്. അതിൽ 6 ഉണ്ടല്ലോ, മൈക്രോ 6, ആ പിന്നെ നാനോ ആ പറയുമ്പോൾ 9 എന്നുള്ളതിൽ കണക്ഷൻ കിട്ടുമല്ലോ. അതന്നെ, അത് നല്ലോണം ആലോചിച്ച് വെക്കുക. അതൊക്കെ നമുക്ക് അടുത്ത ഫുൾ ക്ലാസ്സിലൊക്കെ ഇനിയും യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ ഇപ്പൊ പറയുന്ന എല്ലാ സാധനങ്ങളും നല്ല ബേസിക് ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ. അപ്പം അത് നോക്കിക്കഴിഞ്ഞാല് അപ്പൊ നാനോ എന്ന് പറഞ്ഞാല്, മൈക്രോ എന്ന് പറഞ്ഞാല് എത്രയാണ്? ഒരു മീറ്ററിനെ നമ്മള് 10⁶ ആയിട്ട് ഡിവൈഡ് ചെയ്താല് അതിൽ ഒരു പാർട്ടാണ് ഒരു മൈക്രോമീറ്റർ. അതുമാതിരി തന്നെ ഒരു മീറ്ററിനെ നമ്മള് 10⁹ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 10⁹ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാല് അതിൽ ഒരു പാർട്ടാണ് ഒരു നാനോമീറ്റർ. ഇപ്പൊ ഇതിനെങ്ങനെ എഴുതാന്ന് വെച്ചാല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10⁻⁻⁴ 1/10⁶ എന്ന് എഴുതാം. ഇതെങ്ങനെ എഴുതുക? ഇതിന് നമുക്ക് 10⁻⁻⁶ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നാനോമീറ്ററിനെ നമുക്ക് എഴുതാൻ പറ്റും 1/10⁻⁹ നമ്മള് 10⁻⁻⁹ എഴുതും. ഓക്കെ. അപ്പൊ ഇതാണ് ഇത്. ഇനി വലിയ യൂണിറ്റ്സിനെ നോക്കാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ് വലിയ കുറെ യൂണിറ്റ്സിനെ നമുക്ക് ഇങ്ങനെ എഴുതുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ലത് അതിനൊക്കെ ഒരു പേരിട്ട് വിളിക്കുന്നതാണ്. ഓക്കെ. നമ്മൾ ജനറൽ ആയിട്ട് ഇങ്ങനത്തെ എർത്ത്, സണ്ണ് ഇങ്ങനത്തെ ഒക്കെ ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ മൂണിന്റെ ഇടയിൽ അങ്ങനത്തെ ഡിസ്റ്റൻസിനൊക്കെ നമ്മൾ ഓരോ പേരിട്ടാണ് വിളിക്കുന്നത്. അപ്പം ആ പേരുകളാണ് എക്സാമ്പിൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാരലാക്റ്റിക് സെക്കൻഡ്, ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഇതെന്താ നോക്കാം. അപ്പൊ ഇതില് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു സൺ. എർത്തിന്റെയും സണ്ണിന്റെ ഇടയിലുള്ള ഒരു ആവറേജ് ഡിസ്റ്റൻസ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് പറയുന്നത്. എർത്തിന് സണ്ണിക്ക് പോകുന്നതും അങ്ങനെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഒന്നും പറയാം, അല്ലെങ്കിൽ എർത്തിന് സണ്ണിലേക്ക് പോകുമ്പോഴുള്ള ഡിസ്റ്റൻസ് ഒന്നും അങ്ങനെയും പറയാം. ദിസ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറയുന്നത്? ഈ ഡിസ്റ്റൻസ് 15 crore കിലോമീറ്റർ ആണ്. 15 crore കിലോമീറ്ററിന് നമ്മൾ 10⁻⁴ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതൂലേ? അങ്ങനെ എഴുതുന്നതിനെക്കാട്ടും എന്താണ് നമുക്ക് സുഖം? ഇതിനൊരു പേരിട്ട് വിളിക്കുന്നതാണ്. അപ്പൊ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 AU എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താന്ന് പറയാ? 15 crore കിലോമീറ്റർ ആണെന്ന് പറയാം. ഓക്കെ. അപ്പം ഇതാണോ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? അത് തന്നെ. ഇതിപ്പോ എർത്ത് ആണെങ്കിൽ ഇത് എർത്ത് ആണ് വിചാരിക്കുക.
ഇത് സണ്ണാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ടേം ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാല്. അങ്ങനെ കുറെ ടേംസ് ഉണ്ട്. ഇതേപോലെ തന്നെ ഓക്കെ അതിലുള്ള ചില ടേംസ് ആണ്. ഇത് ജനറൽ ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് കുറെ മുന്നോട്ടൊക്കെ പോകുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പം 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാല് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. നമുക്കറിയാം ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് എത്ര സ്പീഡ് പോകും? ഭയങ്കര സ്പീഡ് പോകും. അതായത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ പറയും. അത് അത്രയും സ്പീഡ് പോകും. അതായത് ഒരു സെക്കൻഡിൽ 3 × 3 ലക്ഷം കിലോമീറ്റർ ആണ് ആ മിസ് ഒരു യെസ് വർഷം. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ അല്ലേ? ആ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം ഒരു ലൈറ്റ് ഒരു ഇയറിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പം വാക്വത്തിൽ ഇതാ ലൈറ്റ് ട്രാവൽസ് 3 കിലോമീറ്റർ പെർ സെക്കൻഡ് 3 lakh കിലോമീറ്റർ ഇൻ 1 സെക്കൻഡ്. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി പാർസെക് എന്ന് പറഞ്ഞാൽ 3.26 ലൈറ്റ് ഇയർ. ഈ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന 3.26 ലൈറ്റ് ഇയറിനാണ് ഒരു 1 പാർസെക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലെങ്തിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതില് ഡൗട്ടും ഇതൊക്കെ ക്ലിയർ ആയിക്കെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പിന്നെ കോണ്ടാക്ട് ചെയ്താൽ ഡൗട്ട്. ഹലോ, ആ ഈ ലൈറ്റ് ഇയർ എത്ര മീറ്റർ ആണെന്ന് പറയാൻ പറ്റുമോ? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യുമ്പോൾ പറയാൻ പറ്റും. അത് ചെയ്യുന്ന മീറ്ററിൽ മെത്തേഡ് നമ്മൾ ഓൾറെഡി അത് എങ്ങനെ ചെയ്യാന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റുമോ? അതായത് ഉണ്ട്. ഒരു വർഷത്തിലെ ദൂരാണല്ലോ, അപ്പൊ ഒരു സെക്കൻഡിൽ കിലോമീറ്ററിനെ 3 മീറ്റർക്ക് എങ്ങനെ ലക്ഷം. മാറ്റാന്നല്ലേ? അതല്ല, ഒരു ലൈറ്റ് ഇയറിനെ എങ്ങനെ മീറ്ററിലേക്ക് മാറ്റാന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എങ്ങനെ ലൈറ്റ് ഇയറിനെ അതായത് 1 ലൈറ്റ് ഇയറിന് ആ അപ്പൊ നമ്മൾ എങ്ങനെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ലൈറ്റ് ഇപ്പൊ ഒരു വാക്വത്തിന്റെ ഇയറിനെ കേസ് മാറ്റിയാൽ മതിയോ? അല്ലല്ല 365 ഗുണിക്കണം. അല്ലല്ല ഇയറിന് മാറ്റില്ലല്ലോ. ഐ മീൻ കിലോമീറ്റർ നമ്മളെ യൂണിറ്റ് എന്താണ്? 3 lakh കിലോമീറ്റർ ഇൻ 1 സെക്കൻഡ് അങ്ങനല്ലേ? ഇപ്പൊ നമ്മള് അല്ല, ഒരു സെക്കൻഡ്, ഒരു ഡൗട്ട്. 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാല് എത്ര ഡിസ്റ്റൻസ് എന്നാണല്ലോ ചോദ്യം. മീൻസ് അതില് ഒരു വർഷത്തെ ദൂരമാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ലൈറ്റിന്റെ സ്പീഡ് മാത്രമാണ് ഒരു സെക്കൻഡിൽ 3 ലക്ഷം എന്ന് പറഞ്ഞത്. അപ്പൊ അത് സ്പീഡ് മാത്രമാണല്ലോ. അപ്പൊ സ്പീഡ് ഇൻറ്റു നമ്മുടെ ടൈം ചെയ്താലാണല്ലോ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുക, ഡിസ്റ്റൻസ് ലെങ്ത്. കിട്ടുക. അപ്പൊ ഇവിടെ നമുക്ക് ടൈം അറിയാം, അല്ലെങ്കിൽ സ്പീഡ് നമുക്കറിയാം 3 ലക്ഷമാണെന്ന് അറിയാം. അങ്ങനെയെങ്കിൽ പിന്നെ ടൈം എന്നുള്ളതിനെ നമുക്ക് ഇത് വർഷമാണ് തന്നിട്ടുള്ളത്. വർഷത്തിനെ സെക്കൻഡിലേക്ക് മാറ്റണല്ലോ. അതായത് അതെങ്ങനെയാണോ ചോദിച്ചത്? അത് ഓൾറെഡി അതെ. ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ ടൈമിന്റെ പോർഷനിൽ വരുന്നതാണ്. ഓക്കെ മിസ്. ടൈമിന്റെ കൺവേർഷൻസ് ഒക്കെ ടൈമിന്റെ പോർഷനിൽ വരും. ലെങ്ത്തിന്റെ കൺവേർഷൻസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഇങ്ങനെ കൺവേർട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല മിസ്. ഓക്കെ, ഇനി മാസിനെ പറ്റിയാണ് അടുത്ത ഒരു ഫണ്ടമെന്റൽ. അല്ലെങ്കിൽ നമുക്ക് കനം, തൂക്കം, ഇതിനെങ്ങനെയാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക, ഇതെങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് പറയാമെന്ന് നമുക്ക് നോക്കാം. അതിൽ മാസ് ഓഫ് ആൻ ഒബ്ജെക്ട് ഈസ് ദ മെഷർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. എത്ര സാധനങ്ങൾ, എത്ര കനം നമുക്കറിയാം, എത്ര ക്വാണ്ടിറ്റി, എത്ര മാറ്റർ അതിലുണ്ട്, എത്ര സാധനം അതിലുണ്ട് എന്നുള്ള ഒരു മെഷർമെന്റ് ആണ് പിന്നെ എന്ത് മാസ് എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, അപ്പം മാസില് ഓക്കെ
മാസില് നമ്മൾക്ക് ഇതേ പറഞ്ഞ പോലെ തന്നെ ബേസിക് യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. നേരത്തെ ലെങ്ത്തിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ബേസിക് യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. നേരത്തെ നമ്മൾ മീറ്ററിലായിരുന്നു പറഞ്ഞത്, മീറ്റർ ആണ് യൂണിറ്റ് ഓഫ് ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ഇവിടെ ബേസിക് യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഓക്കെ, ഇനി 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 അതുപോലെ തന്നെ മറ്റേതിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു കിലോഗ്രാമിനെ നമ്മൾ പിന്നെ കുഞ്ഞായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് നല്ല പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊരു സാധനത്തിനെയും നമ്മൾ എന്താണ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കുറെ ഡിവിഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ക്വാണ്ടിറ്റിനെ നമ്മൾ ചെറുതാക്കി കുറേ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രിസൈസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ അത്രയും പ്രിസൈസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാം. അപ്പൊ അപ്പൊ ഒരു കിലോഗ്രാമിനെ നമ്മൾ ഇത് എത്ര സീറോസ് ഉണ്ട്? 1 2 3 4 5 6 സീറോസ് ഉണ്ട്. അപ്പം 10⁻⁶. അപ്പം ഒരു കിലോഗ്രാമിനെ നമ്മൾ 10⁻⁶ പാർട്സ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പാർട്ടിന് പറയുന്ന പേരാണ്, അതായത് ഇത് നമ്മളൊരു കിലോഗ്രാം സ്കെയിലാണ് നമുക്ക് കണക്കൂട്ടാം. അപ്പൊ അങ്ങനെയുള്ള കിലോഗ്രാം സ്കെയിലിനെ നമ്മൾ കുറെ 10⁻⁶ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത്, ഇങ്ങനെ കുറെ 10⁻⁶ പാർട്സ് ആക്കി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരു പാർട്ടിന് പറയുന്ന പേരാണ് 1 മില്ലിഗ്രാം. ഓക്കെ, 1 മില്ലിഗ്രാം. ഇനി ഒരു കിലോഗ്രാമിനെ നമ്മൾ ഇതേപോലെ തന്നെ 10⁻⁶ അല്ല 1000 പാർട്സ് ആക്കിയാണ് ഡിവൈഡ് ചെയ്തതെന്ന് വിചാരിക്കുക. 10⁻⁶ ആകുമ്പോൾ അതിലൊരു പാർട്ട് 1 മില്ലിഗ്രാമും. ഇനി നമ്മൾ 1000 പാർട്സ് ആക്കിയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തെന്ന് വിചാരിക്കുക. ഒരു കിലോഗ്രാം ആണ്, ഇത് 1 കിലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നാലേ ഇങ്ങനെ സ്കെയിൽ വെച്ച് പറഞ്ഞാലേ മനസ്സിലാവും. നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ലെങ്ത്തിന് ഡിവൈഡ് ചെയ്തപ്പോൾ തന്നെ ഒരു കിലോഗ്രാമിനെ 1000 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒരു പാർട്ട് എന്താണ്? 1 ഗ്രാമാണ്. ഈ ഗ്രാമും കിലോഗ്രാമും ഒക്കെ നമ്മൾ കടയിൽ പോകുമ്പോൾ നമ്മളോട് പാരന്റ്സ് നമ്മളടുത്ത് പറയണ്ടല്ലേ, 1 കിലോ അരി വാങ്ങിക്കൊണ്ട, അല്ലെങ്കിൽ 1 കിലോ പഴം വാങ്ങിക്കൊണ്ടെന്നൊക്കെ പറയണ്ടേ, അല്ലെങ്കിൽ 250 ഗ്രാം മതി പത്തിരിപ്പൊടി പത്തിരിപ്പൊടിയല്ല, കടലപ്പൊടി 250 ഗ്രാം മതി എന്നൊക്കെ പറയലുണ്ട്. അപ്പം അതേ സെയിം സാധനമാണ് ഇത്. അപ്പം ഇനി 1 കിൻഡൽ, ഒരു കിൻഡൽ ഉണ്ട് എന്നൊക്കെ പറയും, അത് ക്വിൻഡൽ എന്നാണ്. ഈ 1 ക്വിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ 1 കിലോമീറ്റർ പറഞ്ഞ പോലെ തന്നെ സെയിം സാധനമല്ല, പക്ഷെ 1 കിലോമീറ്റർ എന്താണ് 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ് അല്ലേ. പക്ഷെ ഇവിടെ 1 കിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 100 കിലോഗ്രാം, അതായത് ഇതൊരു കിലോഗ്രാം സ്കെയിൽ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു 100 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരു കിൻഡലായി. 100 1 കിലോഗ്രാം ഉള്ള ചാക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു കിൻഡലായി എന്ന് പറയാം നമുക്ക്. ഇനി 1000 ഓരോരോ കിലോഗ്രാം ഉള്ള 1000 ചാക്ക് എടുത്തിട്ട് ഒരു ലോറി കയറ്റി കഴിഞ്ഞാൽ ഒരു ടണ്ണ് ആയി എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഇതൊക്കെ ആലോചിച്ച് വെക്കണം. ഇങ്ങനെ 10⁻⁶ എഴുതിയും ഇനി 1/10⁻⁶ എന്നൊക്കെ വരികയാണെങ്കിൽ 10⁻⁻6 10⁻⁻3 ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾ നല്ലോണം ആലോചിച്ച് വെക്കണം. പേടിക്കണ്ട, ഈ എല്ലാ സാധനങ്ങളും ഞാൻ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടൈമാണ്. തേർഡ് പോർഷൻ ടൈമാണ്. ഓക്കെ, ടൈമും ഇതേപോലെ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ് ടൈം. കാരണം നമ്മളങ്ങനെ ടൈം എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്താണ്, നമ്മൾ സാധാരണ മെഷർ ചെയ്യുന്ന രീതിക്കല്ലല്ലോ. നമുക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പൊ സംഭവം. അപ്പൊ ഫസ്റ്റ് തന്നെ ടൈമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ടൈം മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഈ സൺഡയൽ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഈ സൺഡയൽ ഇതാണ്, ഈ ഫിഗറിൽ കൊടുത്തത് സൺഡയലാണ്. ഫിഗർ ഒന്ന് നോക്കി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൺഡയലില്
ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ നമ്മൾ സണ്ണ് കാണിച്ചു തരാം. ഓക്കെ, നമ്മളെ സണ്ണ്, ഇതാണ് നമ്മളെ സണ്ണ് വിചാരിക്കാം. ഈ സണ്ണ് ഇവിടെയാണുള്ളത്. അങ്ങനെ പറഞ്ഞാല് സൂര്യപ്രകാശം എവിടെ വരുന്നതാണ് ഞാൻ പറയുന്നത്. സണ്ണ് അവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇങ്ങനെ സൺലൈറ്റ് അടിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇവിടേക്ക് ഷാഡോ വരും. ഇതാണ് ഷാഡോ. ഈ ആരോ പോലത്തെ ഒരു സാധനത്തിനാണ് ഷാഡോ. ഇതിന്റെ ഷാഡോ ആണ് പതിക്കുക. അപ്പം ഇവിടെ കുറെ മാർക്കിംഗ് കണ്ടില്ലേ? ഈ മാർക്കിങ്ങിനനുസരിച്ച് ഇവള് വാല്യൂസ് എടുക്കുകയാണ് ചെയ്തത്. റോമൻ ലെറ്റേഴ്സിൽ എന്തോന്ന് എഴുതിയത്. അപ്പൊ അത് പണ്ടത്തെ കാലത്ത് അങ്ങനെയും ഈ ഷാഡോക്കിനനുസരിച്ച് അതിന് ഇവര് എന്ത് ചെയ്യാം, ടൈം ഇത്ര ടൈം ആയിന്ന് ഇവര് പറയാം. ഓക്കെ, പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി. ഷാഡോ ഉള്ളപ്പോൾ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇത് ഷാഡോ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ടൈം പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? അത് രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് അതൊരു പ്രശ്നമായി. അപ്പൊ അതിന് സൊല്യൂഷൻ വേണം അല്ലെ? അപ്പൊ അതിന് സൊല്യൂഷൻ വേണം. അതെന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്? സോളാർ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി, ഒരു ടേം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. സോളാർ ഡേ. ഓക്കെ, സോളാർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോളാർ ഡേ ഉണ്ടോ? സോളാർ ഡേ. ഈ സോളാർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ് ദ ടൈം പീരീഡ് ഫ്രം 1 noon ടു നെക്സ്റ്റ് noon. ഒരു നൂണിന്ന് അടുത്ത നൂണിലേക്കുള്ള ടൈം പീരീഡ് ആണ് എന്ന് പറയുന്നത് ഒരു സോളാർ ഡേ എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് അറിയാം, അങ്ങനെയാണ് നമ്മൾ സോളാർ ഡേനെ ഡിഫൈൻ ചെയ്തത്. അപ്പൊ ഈ സോളാർ ഡേ വെച്ചിട്ടാണ് നമ്മൾ ഒരു സെക്കൻഡിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു സെക്കൻഡിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സോളാർ ഡേ വെച്ചിട്ടാണ്. അതിന്റെ ഡെഫിനിഷൻ ഞാൻ കൊടുത്തിട്ടില്ല. അത് ഞാൻ PPT കൊടുത്തിട്ടില്ല. ഞാനത് നിങ്ങളെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് അങ്ങനെ കൊടുത്തത്. നമുക്ക് ഒരു കാൽക്കുലേഷൻ അവിടെ ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. അപ്പൊ അതെങ്ങനെയാ നോക്കാം. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അപ്പം 1 ഡേ എന്ന് പറയുന്നത് എന്താണ്? 24 hours ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഹവർ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മളൊക്കെ ക്ലോക്ക് നോക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്കൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയണ്ടാവും എങ്ങനെയാണ് ക്ലോക്ക് നോക്കാം. അപ്പോൾ ഒരു ഹവർ എന്ന് പറയുന്നത് എത്രയാണ്? 1 hour ഈക്വൽ ടു 1 hour എന്ന് പറയുന്നത് 60 minutes ആണ് അല്ലേ? 60 minutes ആണ്. ഓക്കെ, ഇനി 1 day equal to 24 hours, 1 hour equal to 60 minutes. ഇനി 1 minute, ഒരു മിനിറ്റ് എത്രയാണ്? മിനിറ്റ് ഈക്വൽ ടു 60 seconds. ഇതൊക്കെ നമ്മൾ പരിചയമുള്ള ആൾക്കാരാ, ഈ ഹവറും മിനിറ്റും സെക്കൻഡും ഒക്കെ അല്ലേ? അപ്പൊ നമ്മളെ ടൈമിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ആരാണ്? ഇയാളാണ്. ഈ സെക്കൻഡ് ആണ് നമ്മളെ ടൈമിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്ക്, ബേസിക് യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ്. അതിന്റെ സിമ്പിൾ സ്മോൾ ലെറ്റർ S ആണ്. ഇത് നമുക്ക് എങ്ങനെയും കൂടെ റെപ്രസെന്റ് ചെയ്യാം. സ്മോൾ ലെറ്റർ S എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് നമ്മൾ എങ്ങനെ പറയാം? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയുള്ള കൺവേർഷൻ നമുക്ക് നോക്കി നോക്കാം. ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്നുകൂടെ ടൈപ്പ് ചെയ്യാം. അപ്പം 1 ഡേ എന്ന് പറയുന്നത് 24 hours ആണ്. 1 hour എന്ന് പറയുന്നത് 60 minutes ആണ്. ആൻഡ് 1 minute എന്ന് പറയുന്നത് 60 second ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 second എന്ന് പറയുന്നത് നമുക്കൊന്ന്
നോക്കി നോക്കാം. ഒരു സെക്കൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് അല്ലേ? ഒരു സെക്കൻഡ് അപ്പൊ നമ്മളെങ്ങനെ കൺവേർട്ട് ചെയ്യാ 60 ഒരു 1 സെക്കൻഡ് എത്ര നോക്കാം. ഇതാണ് നമ്മൾ സോളാർ ഡേയിലുള്ള കാൽക്കുലേഷൻസ് കേട്ടോ. അപ്പോൾ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ് 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് 1 മിനിറ്റ്. ഒരു മിനിറ്റിന്റെ ഒരു മിനിറ്റിനെ 60 പാർട്ടാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പാർട്ടാണ് അല്ലേ? ഒരു മിനിറ്റിന് 60 ആക്കി കഴിഞ്ഞാൽ അതിലൊരു പാർട്ടാണ് 60. 1 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു ഇനി 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിറ്റിന് പിന്നെയും കൺവേർട്ട് ചെയ്യണം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കംപ്ലീറ്റ് നമ്മൾ എല്ലാത്തിനെയും കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരണം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാല് 60 ഒരു ഹവറിനെ 60 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്താൽ അതിലൊരു പാർട്ടാണ് അല്ലേ? അപ്പൊ അതിന് നമ്മൾ 1/60 എന്ന് കൊടുക്കും ഇൻറ്റു ഇനി 1 ഡേനെ 24 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്താൽ അതിലൊരു പാർട്ടാണ് ഒരു ഹവർ എന്ന് പറയുന്നത് അല്ലേ? അപ്പം 1/24 ഇപ്പൊ എന്തായി? ഇപ്പൊ എല്ലാം എന്തായി? 1 സെക്കൻഡ് എല്ലാം ഹവറിനെ നമ്മൾ മാറ്റി 24 ഡേയിലുള്ള 24 ഹവേഴ്സിലുള്ള ഒരു പാർട്ട് ഇൻറ്റു 60 ഇതിനെ പിന്നെയും ഡിവൈഡ് ചെയ്ത് ഇതിനെ പിന്നെയും കൺവേർട്ട് ചെയ്ത് ഇതിപ്പോ എന്താണ്? ഇതെന്താണ്? ഇത് നമ്മൾ ഒരു ഹവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു ഒരു സെക്കൻഡിന്റെ ഫോം. അപ്പൊ ഇതിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഈക്വൽസ് എന്ത് കിട്ടും? ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താ കിട്ടുക? ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും 1/60 ഇൻറ്റു 60 ഇൻറ്റു 24 86,400 എന്നാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം. അപ്പം എന്താണ് ഇതിനത് വെച്ചിട്ട് നമുക്ക് ഡെഫിനിഷൻ പറയാൻ പറ്റും. 1 സെക്കൻഡിന്റെ ഡെഫിനിഷൻ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ പറയാ? നമ്മൾ പറഞ്ഞത് എന്തായാലും 1 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സോളാർ ഡേ ആണ് ഇതില്ലേ? ഒരു സോളാർ ഡേയിൽ ഉള്ള കാൽക്കുലേഷൻസ് ആണ് ഇത്. സോളാർ ഡേ ആണ്. 1 ഡേന് 20 ഹവേഴ്സ് ആണ്. 1 ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ്. 1 മിനിറ്റ്സ് പറഞ്ഞാല് 60 സെക്കൻഡ് ആണ്. അപ്പോൾ 1 സോളാർ ഡേയിലുള്ള 86,400 ആയിട്ട് നമ്മൾ ഒരു സോളാർ ഡേനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു പാർട്ടാണ് 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? 1 സെക്കൻഡ് എന്ന് പറഞ്ഞാല് ഇതിൽ നമ്മളൊരു കംപ്ലീറ്റ് സോളാർ ഡേ എടുത്ത്, ഇതാണ് നമ്മൾ കംപ്ലീറ്റ് സോളാർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇതാണ് നമ്മൾ കംപ്ലീറ്റ് സോളാർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സോളാർ ഡേ നമ്മൾ കംപ്ലീറ്റ് എന്താ 1 സെക്കൻഡ് കാൽക്കുലേറ്റ് ചെയ്തപ്പം ഈ കാൽക്കുലേഷൻ ഒക്കെ എന്താണ്? നമ്മൾ സോളാർ ഡേനെ സെക്കൻഡിലേക്ക് മാറ്റുന്നതാണ്. നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഡിവൈഡ് ചെയ്ത് ഒരു പാർട്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു പാർട്ട് 60 ഒരു പാർട്ട് അങ്ങനെ ഓരോന്നിനെ മാറ്റി എടുത്ത് പക്ഷെ നമുക്ക് എന്താണ് കിട്ടിയത്? ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 86,400 ആയിട്ട് നമ്മളൊരു ഡേനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പാർട്ടാണ് ഒരു സെക്കൻഡ് നമുക്ക് കിട്ടി. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ്. ഇപ്പൊ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് എന്ന്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക. അപ്പൊ നേരത്തെ ചോദിച്ചത്
പിന്നെ 3 lakh ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. നമ്മള് 1 light-year-നെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? 1/kilometer in 1 second എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെയും ഈ 1 സെക്കൻഡിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. 1 സെക്കൻഡ് എന്ന് പറഞ്ഞാല് 86400 പാർട്ടാണ്. 86400 ഒരു പാർട്ടാണ് നമുക്കറിയാം. അപ്പൊ നമ്മൾക്ക് 3 lakh kilometer in 1 second എന്നുള്ളത് അതിങ്ങനെയാണ് എഴുതുക. കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് എഴുതുക. ഇത് നമുക്ക് മിനിറ്റിക്കോ ഹവർക്കോ കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഹവർക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ സെക്കൻഡിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 1/60 × 60 അല്ലേ വരിക. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ കൺവേർഷനിൽ നോക്കിയാൽ മനസ്സിലാവും അല്ലേ? അപ്പൊ അതിന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് കിലോമീറ്ററിന്റെ അപ്പുറത്തൊരു വാല്യൂ ഉണ്ട്, 8 lakh ഒരു വാല്യൂ ഉണ്ട്, 3 lakh ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ 3 lakh ഇൻറ്റു ഈ വാല്യൂ ഇട്ടു എന്ന് കഴിഞ്ഞാല് നമുക്ക് കൺവേർഷൻ കിട്ടും. അതും ഞാൻ നോട്ട്സിൽ വേണേൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഞാൻ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞതിലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. ഫണ്ടമെന്റൽ, അതായത് ഇവരെ വേറെ ഒന്നിന്റെയും റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല. അതായത് ഇപ്പൊ ലെങ്ത്തിന് നോക്കുക, ലെങ്ത്തിന് വേറെ എന്ത് റിലേറ്റഡ് നമുക്ക് പറയാൻ പറ്റുക? കനം, മാസ്, അതിന് നമ്മൾ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യിപ്പിക്കാം? ടൈം, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് അല്ലേ? അപ്പം there are some quantities which are not related to another and cannot be expressed using other quantities. Such quantities are fundamental quantities. അപ്പൊ ഇങ്ങനത്തെ ക്വാണ്ടിറ്റീസിന് പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇമ്പോർട്ടന്റ് ആണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ആൻസർ. There are some quantities which are not related to another and cannot be expressed using other quantities. Such quantities are called as fundamental quantities. അപ്പൊ അങ്ങനെ ഫിസിക്സിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള 7 ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള 7 ക്വാണ്ടിറ്റീസ് ആണ് ഫിസിക്സിലുള്ളത്. ആ ക്വാണ്ടിറ്റീസ് ആണ് ഇവിടെ ഈ ടേബിളിൽ കൊടുത്തത്. 7 ക്വാണ്ടിറ്റീസ്. ലെങ്ത്, ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത്, ലെങ്തിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത്, മാസ് ഡിസ്കസ് ചെയ്ത്, ടൈം ഡിസ്കസ് ചെയ്ത്. ഇനി ഹയർ ക്ലാസ്സിൽ നിങ്ങൾ ഇലക്ട്രിക് കറണ്ടിനെ പറ്റി സാധാരണ കറണ്ട് ഇല്ലേ, നമ്മൾ കറണ്ട് പോയി എന്ന് പറയുന്ന ആ കറണ്ട് ഉണ്ട്, ഇലക്ട്രിസിറ്റി, ആ കറണ്ട് ഉണ്ട്, ആ കറണ്ട് അതിനെ നമ്മൾ അതാണത്. ടെമ്പറേച്ചർ നമുക്ക് അറിയാം. ടെമ്പറേച്ചർ, പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇത് കെമിസ്ട്രിയിൽ നിങ്ങൾ കോമൺ ആയിട്ട് കേൾക്കാൻ പോകുന്ന സാധനമാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇതിന്റെ ബേസിക് യൂണിറ്റിന്റെ പേര് മോൾ എന്നാണ്. പിന്നെ ലൂമിനസ് ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാല് എത്ര ലൈറ്റ് വെയിറ്റ് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എത്ര ഇന്റൻസിറ്റി ഉണ്ട് എന്ന് പറയില്ല നമ്മള്. എത്ര വെളിച്ചം, എത്ര കട്ടിയിൽ വെളിച്ചം വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാം. മലയാളത്തിൽ അങ്ങനെ കറക്റ്റ് അങ്ങനെ പറയാം. ഓക്കെ. ഇനി the unit of the fundamental quantities are fundamental units. Okay, fundamental quantities യൂണിറ്റ്സ്, അതായത് ഇവിടെ കൊടുത്ത യൂണിറ്റ്സ് ഇതാ, മീറ്റർ, കിലോമീറ്റർ, സെക്കൻഡ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്. ആംപിയർ, കെൽവിൻ, മോൾ, കാൻഡല. ഈ യൂണിറ്റ്സ്, ഈ 7 യൂണിറ്റ്സിന് പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. അപ്പം the units of fundamental quantities are fundamental units. The system based on these fundamental units is International System of Units. അതായത് നമ്മളിപ്പോ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞു. അപ്പം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെടുത്ത് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഈ സിസ്റ്റം, ഈ ഒരു ഹോൾ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് ഈ ടോട്ടൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നമ്മൾ പറയാം. അപ്പൊ ഇതിനെ ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് പറയുന്ന പേരാണ് SI യൂണിറ്റ്സ്. അപ്പം ഒന്നിവിടെ ഞാൻ പറഞ്ഞത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. There are some quantities which are not related to one another and cannot be expressed using other quantities. Such quantities are fundamental quantities.
The unit of fundamental quantity are fundamental units. The system based on these fundamental units is International System of Units. Its short form is SI units. അപ്പൊ നമ്മള് ചിലപ്പോൾ നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും SI യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതാണ് മക്കളെ സാധനം. SI യൂണിറ്റ് എന്ന് പറഞ്ഞാല് ഇതാണ് പരിപാടി. അപ്പം ഇതില് എന്താണ് ലെങ്ത്, മാസ്, ടൈം ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചെക്കണം. ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SI യൂണിറ്റ് മീറ്റർ ആണ്. മാസിന് കറസ്പോണ്ട് ആയിട്ടുള്ളത് കിലോഗ്രാം ആണ്. ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് സെക്കൻഡ് ആണ്. അപ്പൊ SI യൂണിറ്റിൽ റെപ്രസെന്റ് ചെയ്യാന്നൊക്കെ പറയുന്നതോട് അപ്പൊ നിങ്ങൾ പേടിക്കരുത്. SI യൂണിറ്റ് ഉദ്ദേശിച്ചത് ഈ ബേസിക് മീറ്റർ, കിലോമീറ്റർ, സെക്കൻഡ്, പിന്നെ ആംപിയർ, കെൽവിൻ, മോൾ, കാൻഡല ഇങ്ങനത്തെ സാധനത്തിനാണ് എന്താ പറയുക SI യൂണിറ്റ് പറയാന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സിമ്പിൾ നോക്കല്ലേ. ഇവരെ സിമ്പിൾ എന്താന്ന് വെച്ചാല് മീറ്ററിന്റെ നമ്മൾ സ്മോൾ ലെറ്റർ M ആണ് പറഞ്ഞത്. കിലോഗ്രാമിൻ്റെ kg ആണ്. സെക്കൻഡിൻ്റെ സ്മോൾ ലെറ്റർ S ആണ്. ആംപിയറിൻ്റെ ക്യാപിറ്റൽ A ആണ്. കെൽവിൻ്റെ K ആണ്. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്. അതിൻ്റെ K എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മോളിന് മോളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക മോൾ തന്നെയാണ്. സ്മോൾ ലെറ്റർ മോളിനാണ്. പിന്നെ ലൂമിനസ് ഇന്റൻസിറ്റിനെ നമ്മൾ കാൻഡല ലൂമിനസ് ഇന്റൻസിറ്റിനെ നമ്മൾ കാൻഡല CD ഇത് നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്തൊരു യൂണിറ്റ് ആണ്. ബട്ട് ഫോർ ദ ടൈം ബീങ് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ കാൻഡല CD. ഇത് എന്തായാലും ഇത് പഠിക്കണം. 7 എന്തായാലും നിർബന്ധമായിട്ടും പോകുന്നുണ്ട്. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് മീറ്റർ, മാസിന്റെ കിലോഗ്രാം, ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറന്റ് ആംപിയർ, ടെമ്പറേച്ചർ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല. അപ്പൊ നിങ്ങൾ ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. എല്ലാം സ്മോൾ ലെറ്ററിലാണ് അല്ലേ, പക്ഷെ ആംപിയറും കെൽവിനും മാത്രം ക്യാപിറ്റൽ ലെറ്ററിൽ. എന്തായിരിക്കും? ആംപിയറും കെൽവിനും മാത്രം ക്യാപ്സിലാണ് ഉള്ളത്. ക്യാപ്സിലാവാനുള്ള കാരണം നമ്മൾ അടുത്ത പോർഷനിൽ പഠിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ക്യാപ്സിലാവാനുള്ള കാരണം എന്താണ്. ഇനി ഞാൻ ക്യാപ്സിലാവാനുള്ള കാരണം നമ്മൾ ലാസ്റ്റ് പോർഷനിലാണ് ഇപ്പൊ പഠിക്കുന്നത്. അത് എന്താണ് ലാസ്റ്റ് പോർഷൻ എന്തായാലും നമ്മൾ എങ്ങനെയാണ് യൂണിറ്റ്സ് എഴുതുന്നത് എന്നുള്ളൊരു എന്താണ് ഒരു ബേസിക് റൂൾസ് ഉണ്ട്. ഇന്റർനാഷണലി അക്സെപ്റ്റഡ് റൂൾസ് ഉണ്ട്. ഈ റൂൾസ് എങ്ങനെയാണ് നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് ക്യാപിൽ വരുന്നത്. ഇനി ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഫണ്ടമെന്റൽ 7 യൂണിറ്റ്സ് അല്ലാണ്ട് ഡിറൈവ്ഡ് ആയിട്ടുള്ള ചില യൂണിറ്റ്സ് ഉണ്ടാവും ഞാൻ പറയാം. അതായത് ഇപ്പം നമ്മൾക്ക് ഫിസിക്സിൽ ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ല 7 ക്വാണ്ടിറ്റീസ് അല്ലല്ലോ ഉള്ളത്. ഫണ്ടമെന്റൽ ആയിട്ട് 7 എണ്ണാണെങ്കിലും നമുക്ക് ഫിസിക്സ് നോക്കിക്കഴിഞ്ഞാല് ഫോഴ്സ്, പിന്നെ ഇലക്ട്രിക് ഫോഴ്സ്, പിന്നെ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അങ്ങനെ പിന്നെ എന്താണ് അങ്ങനെ കുറെ എനർജി, പവർ, ഇങ്ങനത്തെ കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനൊക്കെ എങ്ങനെയാണ് നമ്മൾ യൂണിറ്റ്സ് പറയാം. എല്ലാത്തിനും യൂണിറ്റ്സ് വേണമെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ട് അത് മനസ്സിലാവുള്ളൂ. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ് അത് നിങ്ങൾ ടെൻഷൻ ഒന്നും ആവണ്ട. സിമ്പിൾ കാര്യമാണ്. ഓക്കെ, ഇനി ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താന്ന് നോക്കാം. അപ്പൊ
ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തത്. യൂണിറ്റ്സ് ഓഫ് ഏരിയ. യൂണിറ്റ്സ് ഓഫ് ഏരിയ. അപ്പം ആദ്യം യൂണിറ്റ് ഓഫ് ഏരിയ ഇതാ സിമ്പിൾ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും എന്താണ്? രണ്ടും നമുക്ക് ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ബേസിക് യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ എന്തായി? മീറ്റർ ഇൻറ്റു മീറ്റർ. അപ്പൊ യൂണിറ്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻറ്റു യൂണിറ്റ് ഓഫ് ബ്രെഡ്ത്ത് ആണ്. ഇക്വേഷൻ ഉള്ള പോലെ തന്നെ യൂണിറ്റ് ഓഫ് ലെങ്ത് എന്താ? മീറ്റർ. യൂണിറ്റ് ഓഫ് ബ്രെഡ്ത്ത് എന്താ? മീറ്റർ. അപ്പൊ എന്തായി? മീറ്റർ ഇൻറ്റു മീറ്റർ. മീറ്റർ ഇൻറ്റു മീറ്റർ എന്താ? മീറ്റർ 2 പ്രാവശ്യം. അപ്പം മീറ്റർ സ്ക്വയർ. അപ്പൊ ഞാൻ 100 പറഞ്ഞ പോലെ തന്നെ മീറ്റർ സ്ക്വയർ. ഇനിയിപ്പോ 3 മീറ്റർ ഉണ്ടെങ്കിലോ 3 റിപ്പീറ്റ് ചെയ്യും. 3 മീറ്റർ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ ആണെങ്കിലോ മീറ്റർ ക്യൂബ് എന്നാണ് അതിനെ എഴുതുക. ഓക്കെ. ഇനി യൂണിറ്റ്സ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ. അപ്പൊ എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നുള്ള ഡെറിവേഷൻ ആണ് പറയാൻ പോകുന്നത്. യൂണിറ്റ്സ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആർ ദോസ് യൂണിറ്റ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് which are dependent on fundamental units are derived units. അതായത് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ യൂണിറ്റ്സ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് in terms of fundamental units or those units which are dependent on fundamental units are called derived units. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ യൂണിറ്റ്സ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ പറഞ്ഞാൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്ന പേരാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അപ്പൊ നമുക്ക് നമ്മളെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ SI യൂണിറ്റിന്റെ ഫീച്ചേഴ്സ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡിറൈവ്ഡ് യൂണിറ്റ്സിന്റെ ഡെഫിനിഷനും കൂടെ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഫീച്ചേഴ്സ് പറയാം. ഫീച്ചേഴ്സ് യൂണിഫൈഡ് യൂണിറ്റ്സ് ആണ്. യൂണിഫൈഡ് യൂണിറ്റ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂണിഫോം ആണ്. എല്ലാവർക്കും എന്താണ് ഒരേപോലെ. അതായത് യൂണിറ്റ്സ് പറഞ്ഞാൽ ഇപ്പൊ മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്, വേറെ ഒന്നുമില്ല. യൂണിഫോം ആണ്. എല്ലാ രീതിയിലും എങ്ങനെയും അത് യൂണിഫോം ആണ്. ഇനി ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ പറയുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയാണ്. ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ട് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് SI യൂണിറ്റ്. അഡക്വേറ്റ് ടു എക്സ്പ്രസ് ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡിറൈവ്ഡ് യൂണിറ്റ്സ് നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. അതായത് ഈ ഫണ്ടമെന്റൽ SI യൂണിറ്റ്സ് വെച്ചിട്ട് നമുക്ക് വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഈ ലാസ്റ്റ് പോയിന്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം യൂണിഫൈഡ് യൂണിറ്റ് ആണ്, ഇന്റർനാഷണലി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിന്റെയും യൂണിറ്റ് നമുക്ക് ഈ യൂണിറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ ഈ ഏരിയ കൊടുത്ത മാതിരി തന്നെ വേറൊരു എക്സാമ്പിൾ കൊടുത്ത് വേറെ വോളിയത്തിന്റെയും ഡെൻസിറ്റിന്റെയും ഒരു എക്സാമ്പിൾ ടെക്സ്റ്റ് പറഞ്ഞു. അപ്പൊ ഞാനത് ഡിസ്കസ് ചെയ്യാണ്. യൂണിറ്റ് ഇവിടെ ഒരു യൂണിറ്റ് കൊടുക്കാൻ പറഞ്ഞതാണ്. യൂണിറ്റ് ഓഫ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ യൂണിറ്റ് ഉണ്ട് കേട്ടോ. യൂണിറ്റ് ഓഫ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻറ്റു യൂണിറ്റ് ഓഫ് ബ്രെഡ്ത്ത് ഇൻറ്റു യൂണിറ്റ് ഓഫ് ഹൈറ്റ് ആണ്. ഇവിടെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ. ഇതെന്താണ് വരിക? യൂണിറ്റ് ഓഫ് ലെങ്ത് എന്താ? മീറ്റർ അല്ലേ? മീറ്റർ. യൂണിറ്റ് ഓഫ് ബ്രെഡ്ത്ത് എന്താ? മീറ്റർ. യൂണിറ്റ് ഓഫ് ഹൈറ്റ് എന്താ? അതൊരു ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ അത് മീറ്റർ എന്നല്ലേ വരിക. അപ്പൊ എന്തായി? മീറ്റർ 3 മീറ്റർ. അപ്പൊ എന്താ എങ്ങനെ ഇതാ? മീറ്റർ ക്യൂബ് അല്ലേ? യെസ്, മീറ്റർ ക്യൂബ് എന്നാണ് ഇതാ. ഇനി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം അല്ലേ? അപ്പോൾ ഡെൻസിറ്റിന്റെ യൂണിറ്റ് എങ്ങനെയാണ് വരിക? ഡെൻസിറ്റിന്റെ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് മാസ് ഡിവൈഡഡ് ബൈ യൂണിറ്റ്. ഈ ബാർ ഇടുന്നത് ഡിവൈഡഡ് ബൈക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. യൂണിറ്റ് ഓഫ് വോളിയം
ഇതെങ്ങനെയാണ് യൂണിറ്റ് ഓഫ് മാസ് എന്താ? ബേസിക് യൂണിറ്റ് ഓഫ് മാസ് നമ്മൾ എന്തായാലും പറഞ്ഞത് കിലോഗ്രാം അല്ലേ? അപ്പം കിലോഗ്രാമിന് സ്മോൾ ലെറ്റർ കെ ജി എന്നല്ലേ നമ്മൾ എസ് എ യൂണിറ്റ് റിപ്രസെന്റേഷൻ. അപ്പോൾ കിലോഗ്രാം പെർ, ഇപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്ത യൂണിറ്റ് ഓഫ് വോളിയം മീറ്റർ ക്യൂബ്. അപ്പം മീറ്റർ ക്യൂബ് എന്ന് എഴുതാൻ ഓപ്ഷൻ ഇല്ല, അപ്പൊ മീറ്റർ 3 എന്ന് ഞാൻ കൊടുക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ ഇങ്ങനെ എഴുതരുത്. പക്ഷെ നമുക്ക് മീറ്റർ ക്യൂബാണ് ശരിക്കും മീറ്റർ റേസ് ടു 3. ഇവിടെ റേസ് ടു പവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ടൈപ്പ് ചെയ്യാനില്ല, അതുകൊണ്ട് ക്യൂബ് ഇങ്ങനെ ഇല്ല തൽക്കാലം. ഇങ്ങനെ ഒരിക്കലും എഴുതരുത് കേട്ടോ. ഇത് ക്യൂബ് റേസ് ടു മീറ്റർ ക്യൂബ് ഞാൻ ഇവിടെ അല്ലാണ്ട് എഴുതുന്നതായിരിക്കും നല്ലത്. ഓക്കെ, മീറ്റർ ക്യൂബ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ് ഇതിനെ വായിക്കുക. ഇപ്പൊ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ഇതിൽ വേറെ ഡൗട്ടൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഈ ചാപ്റ്ററിലെ ഫൈനൽ ആയിട്ട് നമ്മൾ ഫൈനൽ ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് റൂൾസ് ടു ബി ഫോളോഡ് വൈ റൈറ്റിംഗ് യൂണിറ്റ്സ്. നമ്മൾ ഇന്റർനാഷണലി ആക്സെപ്റ്റഡും യൂണിഫൈഡും പിന്നെ എന്തോ ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ടല്ലോ, ഏതൊരു ക്വാണ്ടിറ്റിയും ഡിറൈവ് ചെയ്തെടുക്കാനും പറ്റിയ യൂണിറ്റ്സ് ആണ് എസ്ഐ യൂണിറ്റ്സ്. അപ്പൊ ഈ യൂണിറ്റ്സ് നമുക്ക് വെറുതെ എഴുതി വെക്കാൻ പറ്റൂല. അപ്പം അതിന് കുറച്ച് റൂൾസ് ഉണ്ട്, ഇങ്ങനെ എഴുതേണ്ടതെന്ന് കുറച്ച് റൂൾസ് ഉണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു 10 റൂൾസ് ആണ് ഉള്ളത്, 10 റൂൾസ് ആണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് തുടങ്ങാം. ദ സിമ്പിൾ ഓഫ് യൂണിറ്റ് ആർ നോർമലി റിട്ടൺ യൂസിങ് സ്മോൾ ലെറ്റേഴ്സ് ഇൻ ആൽഫബറ്റ് ഇംഗ്ലീഷ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞ മീറ്റർ, നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്, മീറ്റർ, സെക്കൻഡ്, കിലോഗ്രാം ഒക്കെ സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതിയത് അല്ലേ? സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതിയത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ നിങ്ങളോട് പറഞ്ഞ ആംപിയറും ഏതുമാണ്? വോൾട്ട് ആയിരുന്നു. സോറി, ആംപിയറും കെൽവിനും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയത്. അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ലാസ്റ്റ് പോർഷനിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്തുകൊണ്ടാണ് ക്യാപിറ്റൽ എഴുതിയത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ the symbol of unit named after persons are written in capital letters. അപ്പം ഒരു ഒരു യൂണിറ്റ് ഒരാളെ പേരിലാണ് പറയുന്നത്. എന്താ ചെയ്യാ, അപ്പൊ ആ ആളെ പേരിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബോക്സ്, ഞാൻ ടെക്സ്റ്റിലുള്ള ഒരു ബോക്സ് ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പം അലസാൻഡ്രോ വോൾട്ട എന്ന് പറയുന്ന ആളാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ കണ്ടുപിടിച്ച ആള്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഫസ്റ്റ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത ആള്. അപ്പം ഇയാളെ പേരിലാണ് അതിന്റെ യൂണിറ്റ് വോൾട്ട് എന്ന് പറയപ്പെടുന്നത്. ശരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ശരിക്കും വേറെ യൂണിറ്റ് ആണ്. അതായത് വേറെ യൂണിറ്റ് ലഭിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ഉണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്. പക്ഷെ നമ്മൾ ആ ഡിറൈവ്ഡ് യൂണിറ്റിനെ എന്താണ് ഒരു എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വി എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഇക്വേഷന് എന്താണ് ഈ വോൾട്ട് വി അല്ല കേട്ടോ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ ഫിസിക്സിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക വി എന്ന് പറഞ്ഞിട്ടാണ്, ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഒരു ഇക്വേഷൻ ഓൾറെഡി ഉണ്ട്. ഈ ഇക്വേഷൻ നമ്മൾ എന്തായാലും ഒരു യൂണിറ്റ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ടാവുമല്ലോ ഇക്വേഷന്. അപ്പൊ ഈ യൂണിറ്റ് നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ ഈ വോൾട്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ്. വോൾട്ട് ഈക്വൽ ടു സം എന്താണ് ഞാൻ പറഞ്ഞുതരാം യൂണിറ്റ്. കുളോംബ് എന്നൊക്കെ പറഞ്ഞിട്ട്, കുളോംബ് ഒരാളുടെ പേരാണ്. അതൊരു ഫോഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. നമ്മൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. വേറൊരു കുറച്ചൊരു വലിയൊരു യൂണിറ്റ് ആണ്. ആ യൂണിറ്റിന് ജനറൽ ആയിട്ട് ഇയാൾ ഇത് കണ്ടുപിടിച്ചതിനെ കൊണ്ട് ഇയാളെ പേരിൽ ജനറൽ ആയിട്ട് ആക്സെപ്റ്റഡ് ആണ് ഈ വോൾട്ട് എന്ന് പറഞ്ഞ പേര്. അപ്പൊ വോൾട്ട് എന്ന് പറഞ്ഞ യൂണിറ്റ്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ആ ഡിറൈവ്ഡ് യൂണിറ്റിന് അങ്ങനെ പറയാം, അല്ലെങ്കിൽ അതിനെ വോൾട്ട് എന്ന് വിളിക്കാം.
അപ്പോൾ വോൾട്ടിന്റെ സിമ്പൽ വി ആണ്. ഓർ നമുക്ക് ഡിറൈവ്ഡ് ഈ വോൾട്ട് വി തന്നെയാണ് നമ്മൾ അധികം യൂസ് ചെയ്യുക. മറ്റേ വലിയൊരു യൂണിറ്റ് ആണ് ഇതിന് വരുന്നത്. അപ്പൊ ആ യൂണിറ്റ് നമ്മൾ അധികം യൂസ് ചെയ്യൂല. നമ്മൾ വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിൽ ഡയറക്റ്റ് വോൾട്ട് നേടി വെക്കും. പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ മാതിരി എന്തെങ്കിലും കൺവേർഷനോ നമുക്ക് മീറ്ററിന് സെന്റിമീറ്റർക്കോ കിലോമീറ്റർക്കോ അല്ലെങ്കിൽ ഇപ്പം ഫോഴ്സ് അല്ലേ, അപ്പൊ അതില് വെലോസിറ്റി ഒക്കെ മാറ്റാനുണ്ടെന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ എന്താണ് അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റാൻഡേർഡൈസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വലിയ യൂണിറ്റിൽ റെപ്രസെന്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അധികം ഇങ്ങനത്തെ ഡിറൈവ്ഡ് യൂണിറ്റ്സിന് ഇങ്ങനെ ഒരു പേര് കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ചില യൂണിറ്റ്സിനെ പറയുക. അതിൽപ്പെട്ടൊരു യൂണിറ്റ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതുപോലെ തന്നെ പ്രഷർ, പാസ്കൽ. പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്. പ്രഷർ ശരിക്കും ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് ബൈ ഏരിയന്റെ യൂണിറ്റ് ആണ് ശരിക്കും വരേണ്ടത്. പക്ഷെ നമ്മൾ അതിന് എന്ത് ചെയ്ത് പാസ്കൽ ആണ് ജനറൽ ആയിട്ട് വിളിക്കല്. പാസ്കൽ ഉണ്ടോ? പാസ്കൽ ഒരാളെ പേരാണ്, അതുകൊണ്ട് പി എന്ന് കൊടുത്ത്. ഐസക് ന്യൂട്ടൺ ആണ് ഫോഴ്സ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഫോഴ്സിന്റെ യൂണിറ്റ് ശരിക്കും ഞാനത് നിങ്ങൾക്ക് ഞാൻ നോട്ട്സിൽ അത് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചതിനെ കൊണ്ട് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന് പറഞ്ഞ് അതുകൊണ്ട് എന്ന് കൊടുത്ത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡെറൈവ്ഡ് യൂണിറ്റ്സ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ സിംപ്ലിസിറ്റിക്ക് വേണമെങ്കിൽ ന്യൂട്ടൺ, പാസ്കൽ, വോൾട്ട് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കെൽവിനും ആംപിയറും ഒക്കെ അല്ലെ. ഇവിടെ നോക്കിയാൽ ഈ കെൽവിനും ആംപിയറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്മാരാണ്. അതായത് ഇത് കണ്ടുപിടിച്ച മനുഷ്യന്മാരാണ്. അപ്പൊ ഓല പേരിലാണ് ഇതിന്റെ യൂണിറ്റ്സ്, ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ പറയുന്നത്. അപ്പൊ ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സിന് പിന്നെ വേറെ ഇതൊന്നും ഇല്ല കേട്ടോ, കാരണം അത് ഫണ്ടമെന്റൽ ആണല്ലോ. അപ്പൊ നമുക്ക് വേറെ രീതിയിൽ പറയാൻ പറ്റൂല. അതിന് ഡിറൈവ്ഡ് യൂണിറ്റ്സിന്റെ പേര് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. നേരത്തെ പറഞ്ഞു പോകണം. ഫോഴ്സിന് വേണമെങ്കിൽ ഫോഴ്സിന്റെ ഡിറൈവ്ഡ് യൂണിറ്റ്സിൽ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ന്യൂട്ടൺ എന്ന് പറയാൻ പറ്റും എന്ന് പറഞ്ഞത്. ഇവിടെ കേസിൽ ആംപിയർ, കെൽവിൻ ഇത് കണ്ടുപിടിച്ച ആൾക്കാരാണ്. ഈ രണ്ട് സാധനം, ഇത് രണ്ടും പേരാണ്. ആംപിയറിനും കെൽവിനും പേരാണ്. അതുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ കെയും വന്നത്. ഓക്കെ. ഇനി അടുത്തത് തേർഡ് പോയിന്റ്. വൈൽ റൈറ്റിംഗ് നെയിംസ് ഓഫ് യൂണിറ്റ് നെവർ യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. യൂണിറ്റ്സിന്റെ പേര് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യരുത്. ഓക്കെ. പേഴ്സൺസിന് അല്ലാണ്ട് വേറെ ആരത് വന്നാലും യൂണിറ്റ്സ്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കെൽവിൻ ഒരാളെ പേരാണ്, പക്ഷെ വോൾട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. നമ്മൾ വി തന്നെ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇവിടെ സ്മോൾ ലെറ്ററിലാണ് യൂണിറ്റിന്റെ പേര് എഴുതിയത്. അപ്പൊ യൂണിറ്റിന്റെ പേര് എഴുതുമ്പോഴും ഒരിക്കലും അത് ആളെ പേരാണെച്ചാലും വേണ്ടിയില്ല, ഡിറൈവ്ഡ് യൂണിറ്റ്സിന് ഇങ്ങനെ പേര് കൊടുത്താലും വേണ്ടിയില്ല. എന്താണെച്ചാലും നമ്മളിപ്പം കെൽവിൻ എഴുതുകയാണെങ്കിൽ കെൽവിൻ കംപ്ലീറ്റ് സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഈവൻ ദോ ഇതിന്റെ യൂണിറ്റ്സിന്റെ സിമ്പിൾ ചിലപ്പം ക്യാപിറ്റൽ കെ ആയിരിക്കും. എന്നാലും കൂടി യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, യൂണിറ്റ് എഴുതുന്ന കാര്യങ്ങൾ പറഞ്ഞത്. യൂണിറ്റ് എഴുതുമ്പോൾ വേർഡ്സിൽ യൂണിറ്റിന് എഴുതുമ്പോൾ നമ്മൾ കറക്റ്റ് സ്മോൾ ലെറ്ററിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നെവർ യൂസ് ദ പ്ലൂറൽ ഫോം ഫോർ സിമ്പിൾ. ഒരിക്കലും അപ്പൊ ഞാൻ പറഞ്ഞത് വൈൽ റൈറ്റിംഗ് ദ നെയിംസ് ഓഫ് ദ യൂണിറ്റ്സ് നെവർ യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒരിക്കലും യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇനി നെവർ യൂസ് ദ പ്ലൂറൽ ഫോം ഫോർ സിമ്പിൾസ്. പ്ലൂറൽ ഫോം ഒരിക്കലും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 10 കിലോഗ്രാം നമ്മൾ പറയും, പക്ഷെ പ്ലൂറൽ ആണ് അല്ലെ. 10 എന്ന് പറയുമ്പോൾ ഒന്ന് കൂടുതലല്ലേ, പ്ലൂറൽ ആണ് ശരിക്കും. പക്ഷെ ഒരിക്കലും നമ്മള് സിമ്പിളിന്റെ കൂടെ കിലോഗ്രാം എന്നുള്ളത് കിലോഗ്രാംസ് KGS എഴുതരുത്. വേണേ നമുക്ക് ഇങ്ങനെ യൂണിറ്റ്സ് നമ്മൾ എഴുതൂല, വേർഡ്സ് ആയിട്ട് എഴുതും കിലോഗ്രാംസ് എന്ന് വേണേ പറയാം. കിലോഗ്രാംസ് നമുക്ക് എഴുതാം, സ്മോൾ ലെറ്റർ കിലോഗ്രാംസ് ഇങ്ങനെ എഴുതാം. പക്ഷെ ഒരിക്കലും KG സിമ്പിൾ യൂസ് ചെയ്യുമ്പോൾ കിലോഗ്രാംസ് എഴുതരുത്. ഓക്കെ. സിമ്പിൾ ആണ്, നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യമുള്ളൂ. കുറെ ഒന്നുമില്ല, കഴിയാനായി ഇപ്പോ. നെവർ യൂസ് ഫുൾ സ്റ്റോപ്പ് ഓർ കോമ ആഫ്റ്റർ എ സിമ്പിൾ. ഒരിക്കലും ഫുൾ സ്റ്റോപ്പോ കോമയോ ഒരു സിമ്പിളിന് ശേഷം യൂസ് ചെയ്യരുത്. എക്സെപ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെന്റൻസ്. എന്താ ഉദ്ദേശം എന്ന് വെച്ചാല് 75 സെന്റിമീറ്റർ ഈസ് ദ ലെങ്ത് ഓഫ് എ ടോബിൾ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു സെന്റൻസ് ആണ്. 75 സെന്റിമീറ്റർ എന്ന് കഴിഞ്ഞിട്ട് ഈ സെന്റൻസ്
നിർത്തുന്നത് എവിടെയാണ്? ടേബിളിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്കറിയാം ഫുൾ സ്റ്റോപ്പ് ഇടണം. പക്ഷേ നമ്മൾ അറിയാണ്ട് നമ്മൾ 75 സെന്റിമീറ്റർ ഫുൾ സ്റ്റോപ്പ് അങ്ങനെ ഒരിക്കലും ഇടരുത്. ഈവൻ എപ്പോൾ മാത്രമേ ഇടാൻ പറ്റുള്ളൂ? ലാസ്റ്റ് സെന്റൻസിന് ലാസ്റ്റ് 75 സെന്റിമീറ്റർ എന്നാണ് വരുന്നത് വിചാരിക്കുക. അതായത് ഇപ്പം ഹിയർ ഈസ് യുവർ 75 സെന്റിമീറ്റർ, അങ്ങനെ എന്തോ, ഹിയർ ദ സ്കെയിൽ ഈസ് 75 സെന്റിമീറ്റർ അങ്ങനെ പറയുന്നതായിരിക്കാം. അപ്പൊ ആ സെന്റൻസിൽ 75 സെന്റിമീറ്റർ ആണ് ലാസ്റ്റ് അല്ലെ. അപ്പൊ നമുക്ക് വേണേൽ ഫുൾ സ്റ്റോപ്പ് ഇടാം. അല്ലാതെ ഒരു സെന്റൻസിന്റെ നടുവിലോ എവിടെയോ ഒരു നമ്മളെ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല. ഓക്കെ, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല. ഓക്കെ, ഇനി ഈ പോയിന്റ്സ് നല്ലോണം ആലോചിക്കണം. ഞാൻ ക്വിസിലെല്ലാം ഈ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടൊക്കെ ക്വിസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ നല്ലോണം വൃത്തിക്ക് പഠിക്കണം. ഓക്കെ, ഇനി while writing derived units, a slash is used to denote division. ഞാൻ നേരത്തെ പറഞ്ഞ് സ്ലാഷ് ഡിവിഷനാണ് യൂസ് ചെയ്യുന്നത്, അത് യൂണിറ്റ്സിലും ഡിവിഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് നെവർ യൂസ് മോർ ദാൻ 1 സ്ലാഷ് ഇൻ 1 ഡിറൈവ്ഡ് യൂണിറ്റ്. ഡിറൈവ്ഡ് യൂണിറ്റിന്റെ കേസിൽ ഞാൻ പറഞ്ഞ് നമ്മളെ ആക്സിലറേഷന്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഞാൻ സ്ക്വയർ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പം സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇങ്ങനെ, അതായത് ഞാൻ പറഞ്ഞ നേരത്തെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലെ ആക്സിലറേഷന്റെ യൂണിറ്റ്. ഇത് ഒരിക്കലും എങ്ങനെ എഴുതരുത്? മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 1/സെക്കൻഡ് എന്നൊന്നും എഴുതരുത്. അല്ലെങ്കിൽ ഇവിടെ അവർ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് മീറ്റർ പെർ സെക്കൻഡ് ഇൻ ഡിവൈഡഡ് ബൈ പിന്നെ ഒരു സെക്കൻഡ്, ഇങ്ങനെ ഒരിക്കലും എഴുതരുത്. അതായത് ഒരു യൂണിറ്റ് നമ്മൾ പറയുന്ന സമയത്ത് അതിൽ ഒരു ഡിവിഷൻ മാത്രമേ പാടുള്ളൂ. അപ്പൊ ആ ഡിവിഷനിൽ എല്ലാവരും അണ്ടറിൽ പോകണം, അടിയിലേക്ക് പോകണം എല്ലാവരും. ഇവിടെ ഇപ്പൊ സെക്കൻഡ് സ്ക്വയർ കിലോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക, കിലോഗ്രാമും ഒറ്റ ബാറിന്റെ അടിയിൽ തന്നെ എഴുതണം, അത് നിർബന്ധമാണ്. ഇനി അടുത്ത പോയിന്റ്, when a derived unit is expressed as the product of other unit, use a dot or a space between them. ഇനിയിപ്പോ നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്സിന് ഇപ്പം നമ്മൾ ന്യൂട്ടൺ, when derived unit is expressed as product of other unit, അതായത് നമുക്കിപ്പം ഇവിടെ ഇപ്പം എന്താണ് ന്യൂട്ടൺ മീറ്റർ ഒരു ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ്, എന്താണ് വർക്കിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ വരുന്നത്. അപ്പം ഇതിനെ ന്യൂട്ടൺ മീറ്റർ ഇങ്ങനെ ഒന്നെങ്കിൽ സ്പേസ് ഇട്ടിട്ട് എഴുതാം, അല്ലെങ്കിൽ ന്യൂട്ടൺ ഡോട്ട് മീറ്റർ എഴുതാം. ഓക്കെ, ഇത് നിർബന്ധമാണ്. ഇനി ഡു നോട്ട് മിക്സ് ദ നെയിം ഓഫ് ദ യൂണിറ്റ് വിത്ത് ദ സിമ്പിൾ. അതായത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ളത് ഇത് പെർ മീറ്റർ ക്യൂബ് ആണ് കേട്ടോ. ഇവിടെ 3 × 3 എന്നല്ല, പെർ മീറ്റർ ക്യൂബ് ആണ്. അത് ടൈപ്പ് ആണ്, മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇനി ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ വേർഡ്സിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതാം, അല്ലെങ്കിൽ കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എഴുതാൻ പറ്റൂല. കാരണം ഇങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ കിലോഗ്രാം നിങ്ങൾക്ക് എന്ത് എഴുതണം? വേർഡ്സിൽ ഇങ്ങനെ എഴുതണം. ഒന്നെങ്കിൽ വേർഡ്സ് യൂസ് ചെയ്താണെങ്കിൽ കംപ്ലീറ്റ് വേർഡ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് സിമ്പിൾസ് യൂസ് ചെയ്യുക. ഇത് സിമ്പിളും വേർഡ്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ എഴുതരുത്, അത് റോങ് ആണ്. ഇനി 9th പോയിന്റ്, while writing unit along with a value, there must be a single space between them. എക്സാമ്പിൾ, ഇപ്പോൾ 273 കെൽവിൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് അല്ലെ. അപ്പം 273 കെൽവിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിക്കരുത്, ഇതിന്റെ ഇടയിൽ ഒരു സ്പേസ് ഇടണം. ഇവിടെ ഒക്കെ 10 കിലോഗ്രാമിന്റെ ഇടയിൽ ഒരു സ്പേസ്, കിലോഗ്രാമിന്റെ ഇടയിൽ ഒരു സ്പേസ് ഇട്ടിക്കണം. അപ്പൊ അങ്ങനെ നമ്മള് വാല്യൂ നമ്മൾ മെഷേർഡ് വാല്യൂന്റെ കൂടെ യൂണിറ്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ ആ യൂണിറ്റിന്റെ ഇടയിൽ എന്ത് ചെയ്യണം? ഒരു സ്പേസ് ഉണ്ടാവണം. നെവർ യൂസ് മോർ ദാൻ 1 യൂണിറ്റ്. 10th പോയിന്റ് ആണ്, 10th ലാസ്റ്റ് പോയിന്റ് ആണ്. നെവർ യൂസ് മോർ ദാൻ 1 യൂണിറ്റ് ടു എക്സ്പ്രസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരിക്കലും ഒരു മോർ ദാൻ 1 യൂണിറ്റ്, അതായത് നേരത്തെ നമ്മൾ മെഷർ ചെയ്ത സമയത്ത് നമുക്ക് എന്താ കിട്ടിയത്? നമ്മൾ നേരത്തെ ഒരു ആരോ മാർക്കിന്റെ ലെങ്ത് മെഷർ ചെയ്തത് സ്റ്റാർട്ടിങ് തന്നെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിനെ എക്സ്പ്രസ് ചെയ്തത്? നമ്മൾ പറഞ്ഞത് നമുക്ക് എത്രയാണ് കിട്ടിയത്? അത് 2.7 ആയിരുന്നു കിട്ടിയത്. 2.7 നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്തത്? 2.7 മീറ്റർ, അല്ലെങ്കിൽ 2.7 മീറ്റർ എന്നാണ് പറഞ്ഞത്. ഒരിക്കലും നമുക്ക് പറയുമ്പം നമ്മൾ എന്താണ് 2.7 മീറ്ററിനെ 2 മീറ്റർ
7 മില്ലിമീറ്ററിന് നമ്മൾ കൺവീനിയൻസിന് അപ്പൊ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഒരിക്കലും നമ്മൾ അത് സ്റ്റാൻഡേർഡ് അല്ല, ഒരിക്കലും അത് ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന പറയരുത്. അതെങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് 10 സെന്റിമീറ്റർ 10 ഈ നമുക്ക് കിട്ടിയ മില്ലിമീറ്റർ ഇല്ലേ, അതായത് 7 മില്ലിമീറ്റർ ആണ് അപ്പൊ നമുക്ക് കിട്ടിയത് അല്ലെ. ഈ മില്ലിമീറ്റർ നമ്മൾ എന്ത് ചെയ്യുക, സെന്റിമീറ്റർക്ക് കൺവേർട്ട് ചെയ്യുക. സെന്റിമീറ്റർക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുക ആലോചിച്ച് നോക്കി. സെന്റിമീറ്ററിനെ 1 ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 മില്ലിമീറ്റർ ആണ് അല്ലേ, അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ വെച്ചിട്ടുള്ള എക്സാമ്പിൾ ആണ് പറയുന്നത്. നേരത്തെ നമുക്ക് 2.7 സെന്റിമീറ്റർ ആണ് നമ്മൾ മെഷർ ചെയ്തത് അല്ലെ. ഇതിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. 1 സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ. അപ്പൊ 7 മില്ലിമീറ്റർ എന്താണ്, 7/10 സെന്റിമീറ്റർ. അപ്പൊ എന്തായി, 0.7 സെന്റിമീറ്റർ ആയി. അപ്പം 2 സെന്റിമീറ്റർ 2 പ്ലസ് 0.7 ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്താ കിട്ടുക, 2.7 സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെയാണ് സെന്റിമീറ്റർ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിപ്പോ കുറച്ച് കോളായി പോയി. ഓക്കെ, ഇല്ല എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നേരത്തെ കിട്ടിയ മെഷർമെന്റ് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് 10.25 മീറ്ററിൻ്റെതാണ്. നമുക്ക് ഏതായാലും നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ എയറോ മെഷർ ചെയ്തിരുന്നല്ലോ. അപ്പൊ നമുക്ക് കിട്ടിയത് 2.7 സെന്റിമീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇതെങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സ്കെയിൽ മെഷർ ചെയ്തപ്പോൾ നമുക്ക് 2 സെന്റിമീറ്ററും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 സെന്റിമീറ്ററും 7 മില്ലിമീറ്റർ ആണ് അല്ലെ. അപ്പോൾ 7 മില്ലിമീറ്ററിനെ നമുക്ക് എങ്ങനെ സെന്റിമീറ്റർ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അതായത് മിക്സ്ഡ് യൂണിറ്റ് പറ്റൂല എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുക ഒരു യൂണിറ്റ് വെച്ചാണ്. മോർ ദാൻ 1 യൂണിറ്റ് ഒരിക്കലും യൂസ് ചെയ്യരുത് ഒരു സിംപിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക്. അതായത് ഉദ്ദേശിച്ചത് ഒരേപോലത്തെ, അതായത് സെന്റിമീറ്റർ ഉള്ളപ്പോൾ മീറ്റർ, അതിന്റെ കൂടെ തന്നെ ആ യൂണിറ്റിൽ മീറ്ററും വരരുത്. സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാത്തിനും സെന്റിമീറ്റർ മാറ്റാം. അപ്പം നേരത്തെ 2 പിന്നെ ഒരു 7 മില്ലിമീറ്റർ ആണ് കിട്ടിയത്. അപ്പൊ 7 എങ്ങനെ കൺവേർട്ട് ചെയ്ത് നോക്കാം. 7 മില്ലിമീറ്ററിനെ നമ്മൾ എന്താ ചെയ്യുക, ഈക്വൽ ടു 7 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാല് 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു 7 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 7/10 സെന്റിമീറ്റർ അല്ലെ. അപ്പം 7 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 0.7. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെന്റിമീറ്ററിനെ പറയാ. ആലോചിക്കി, 2 സെന്റിമീറ്റർ പ്ലസ് 0.7 സെന്റിമീറ്റർ ഈക്വൽ ടു എത്രയായി, 2.7 സെന്റിമീറ്റർ. അപ്പൊ ഇങ്ങനെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇതും കൂടെ പറഞ്ഞപ്പോൾ അത് കറക്റ്റ് മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് 10 പോയിന്റ്സ്. ഇങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ് എടുക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ യൂണിറ്റ്സ് ചെയ്യേണ്ടത്. യൂണിറ്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കംപ്ലീറ്റ് ഈ കാര്യങ്ങൾ ഒരു യൂണിറ്റ് നിങ്ങൾ തന്നെ സ്വന്തം ഡിറൈവ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കും. ഞാൻ പ്രോബ്ലത്തിൽ അതൊക്കെ കൊടുക്കാം. നോട്ട്സിൽ വേണമെങ്കിൽ പ്രോബ്ലംസ് വേണമെങ്കിൽ കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്യാം, അങ്ങനെ കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നോട്ട്സ് ക്വിസ് വരുന്നുണ്ട്. നല്ലോണം ഈ പോർഷൻസിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും പഠിക്കുക. എല്ലാം ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ടോപ്പിക് നല്ലോണം സ്ട്രെസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഈ കൺവേർഷൻസ് എല്ലാം നല്ലോണം പഠിക്കുക. പിന്നെ മെഷർമെന്റ് എടുക്കുന്നത് നമുക്ക് ഭാവിയിൽ മെഷർമെന്റ് എടുക്കുമ്പോൾ ഈ ലെങ്ത്, ഈൽക്കും ചെറിയ ലെങ്ത് ഞാൻ പറഞ്ഞില്ലേ, മൈക്രോമീറ്റർ, ആ റേഞ്ചിൽ പോകുന്ന കുറെ ഡിവൈസസ് നമുക്കുണ്ട്. വേർണിയർ കാലിപ്പർ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് കുറച്ച് ഡിവൈസസ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം പ്രിസൈസ് ആയിട്ട് മില്ലിമീറ്ററും മൈക്രോമീറ്ററും ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പം ഈ ചാപ്റ്റർ ബേസിക് ആണ്, നല്ലോണം പഠിക്കുക. ഓക്കെ, താങ്ക് യു.